പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടിരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. രോഗത്തിനോ രോഗശക്തികൾക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ദീർഘായുസ്സും ദിവ്യാരോഗ്യവും ഞാൻ സകല സമൃദ്ധി അനുഭവിക്കും. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ പുറകെ വരും. ഞാൻ വാരി വിതറി കൊടുക്കും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ ഞാൻ സാക്ഷിയാകും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും ഇന്ന് സഹായിക്കുന്നല്ലോ. എല്ലാ മേഖലയിലും കർത്താവ് സാക്ഷ്യമാക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ ഇന്നലെ കേട്ട വചന ചിന്ത എന്താന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വചന ചിന്ത മരിച്ചവരുടെ മനുഷ്യൻ ഇമോഷണൽ ആമേൻ. നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു അല്ലേ? മനുഷ്യനൊരു ഇമോഷൻ ആയിട്ടുള്ള ജീവിയാണ്. അപ്പൊ മനുഷ്യന്റെ വിശ്വാസം നമ്മുടെ ഇമോഷനുമായിട്ട് പലപ്പോഴും കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താവശ്യമാണ്? ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ, ദൈവം നമ്മളെ കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നലെ എനിക്കറിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് അനാവശ്യമായിട്ടുള്ള ചില വീഡിയോസും അങ്ങനെയുള്ള ചിത്രങ്ങളും അങ്ങനെയുള്ള ചേഷ്ടകളും കാണിക്കുന്ന ചില ആളുകൾ, അങ്ങനെ കുറേ ആൾക്കാർ പ്രവേശിച്ചു. അവൻ്റെ ഒരു കാര്യം മനസ്സിലായി, പിശാചൻ എവിടെയൊക്കെയോ കുത്തുകൊള്ളുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാക്കറിനും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിലനിൽക്കാൻ കഴിയത്തില്ല. ദൂതന്മാരോട് ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു, സകലതും വെട്ടി നീങ്ങി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. സ്വർഗം ഇതിനെ സെക്യൂർ ആക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ സകലത്തിലും സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, കർത്താവിന്റെ സാക്ഷ്യത്തിന്റെ സമയമാണ്. ദൈവം നമ്മളെ ഒരുക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനത്തിന്റെ ബാക്കി ഭാഗം കേൾക്കുവാനാണ് കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു, നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം. ഇപ്പം ഈ കർത്താവിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ദൈവമാണ്. ഈ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിങ് അല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ കർത്താവ് എന്ത് ചെയ്യും? ചലഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത സമയത്ത് പലതവണ കർത്താവോട് പറയുന്നുണ്ട്. പല പരീക്ഷാ സമയത്തും പല ആവശ്യങ്ങളുടെ നടുവിലും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കണം, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കണം, നിങ്ങൾ പോയി മരിച്ചവരെ ഉയർപ്പിക്കണം എന്നിങ്ങനെ അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവരെപ്പോഴും യേശുവിൻ്റെ കൂടെ കർത്താവിൻ്റെ തണല് പറ്റി കർത്താവിൻ്റെ കൂടെ നടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവ് അവരെ തനിച്ച് അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലോകത്തിൽ കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ആട്ടിൻകുട്ടികളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. അപ്പോൾ കർത്താവ് പലപ്പോഴും ദൈവം നമ്മളെ സാഹചര്യങ്ങൾക്ക് അകത്ത് നിർത്താനല്ല, സാഹചര്യങ്ങൾക്ക് മീതെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്നലെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി. നോക്കിയേ, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി എന്നൊരു വാക്ക് അവിടെ കാണാൻ പറ്റും. അതിന് താഴത്തെ വാക്യത്തിലേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അവിടെ കാണാൻ പറ്റും. അവിടെ എടുത്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് 35-ാമത്തെ വാക്യം, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കിട്ടി. നോക്കിയോ, ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ
ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ മരണപ്പെട്ടു പോയ തന്റെ ബന്ധുമിത്രാദികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർക്ക് നല്ലൊരു ഉയർപ്പിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുകയാണ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മുടെ വിശ്വാസത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ പോലെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളിത് പ്രസംഗിച്ച് അവസാനം ഈ ലോകം നമുക്ക് വേണ്ടെന്നും ഈ ലോകം നമ്മുടേതല്ലെന്നും ഈ ലോകത്തിൽ നമ്മൾ നിന്നയും പരിഹാസവും തകർച്ചയും അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടരാന്ന് പറഞ്ഞ് പലരും പഠിപ്പിച്ചു. ഞാൻ പറയുന്നത് തെറ്റായൊരു ഉപദേശമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ദുരുപദേശം. അതാണ് യഥാർത്ഥത്തിൽ ദുരുപദേശം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കി, അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ, അക്കോർഡിംഗ് ടു ഗാഡ് ഗോഡ് വാസ് ഏബിൾ ടു റേസ് ഹിം അപ്പ്. ദൈവത്തിന് മരിച്ചവരുടെ ഇടയിൽ നിന്നും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നയാളാണ് ദൈവം. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ മതി. അവിടെ ഏബിൾ എന്നുള്ള വാക്കിന് കൊടുത്തേക്കുന്ന പല ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു ഗ്രീക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മൈറ്റി എന്നും സ്ട്രോങ് എന്നും. അർത്ഥം ദൈവത്തിന് ശക്തിയുണ്ട്. മരിച്ചൊരാളെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തിയുണ്ട്. അപ്പൊ ദൈവം തന്റെ ശക്തിയാൽ മരിച്ച ശരീരത്തെ ഉയർപ്പിക്കുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. നോക്കിയ വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും. നോക്കിയ വാക്ക് നോക്കിയേ, ശക്തിയോടും. അപ്പൊ നിങ്ങൾ വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്തോട്ട് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് കയറുന്നത്. ഹല്ലേലൂയ. അപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നതും ടിവിയും സീരിയലും ഫേസ്ബുക്കും കയറുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ഈ ശക്തി അകത്തോട്ട് കയറാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷീണം വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത് പറഞ്ഞു തരുന്നാൽ, നമ്മുടെ ബ്രെയിന് ചില പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സ്, ചിന്ത, ബ്രെയിൻ, ഇതിനൊക്കെ ചില പ്രത്യേകതയുണ്ട്. ഇത് എപ്പോഴും മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ ഇമോഷനുകളും ഒരു നിമിഷം കിടന്നുകൊണ്ട് ഈ പ്രാർത്ഥന കാണുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റേ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തേ. കിടന്നുകൊണ്ട് കാണുന്നവരൊക്കെ ചാടി എണീറ്റ്, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കുക. കിടന്നുകൊണ്ട് നിങ്ങൾ അത്ര സന്തോഷിച്ച് സുഖത്തിലൊന്നും വചനം കേൾക്കരുത്. ചാടി എണീറ്റ്, ഉറക്കം വരും. ഒന്ന് ചാടി എണീറ്റ്. കാര്യം പ്രസംഗിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് തോന്നണം. അല്ലെ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് കുഴപ്പമില്ല, കിടക്കണം ബ്രദർ, അല്ലാതെ പറ്റത്തില്ല, ഞാൻ ശീലിച്ചു പോയി, കിടക്കൊണ്ട് കേട്ടേ പറ്റത്തുള്ളൂ എന്നൊരു നിർബന്ധമാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു ആലോചന വരുമ്പോൾ കർത്താവിനെ തോന്നരുത്, എന്തിനാ ഞാൻ ഇവക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. ചാർജായി നിൽക്കണം. ദൈവത്തിന് ഇഷ്ടം എങ്ങനെയാണെന്നറിയാവോ? എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. നമ്മൾ ഇന്നൊരു കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്ന ലാഘവത്തോടെ ഇരുന്നണം. എപ്പോൾ വേണമെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എപ്പോൾ വേണമെങ്കിലും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും. അടുത്തത് പരിശുദ്ധ ആത്മാവിന്റെ ബഹുനിശ്ചയം. അപ്പൊ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പം നിങ്ങൾ ഓർക്കും, ബ്രദർ ഏതോ ഒരു ലോകത്തിന്റെ കോണിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചെവിയിലൂടെ ഇത് കേൾക്കുമല്ലേ. കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാ ഗുണം? കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് ശക്തി കയറുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ആ വാക്യം വായിച്ചാൽ മതി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം നോക്കിയേ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അവർക്ക് തിരികെ കിട്ടി. അപ്പൊ ഈ സ്ത്രീകൾ എന്ത് കേട്ടു? എബ്രായ ലേഖനത്തിന്റെ 35 വാക്യത്തിൽ പറയുന്നു, സ്ത്രീകൾക്ക് മരിച്ചവരെ തിരിച്ചു കിട്ടിയെങ്കിൽ എബ്രായ ലേഖനം 11 വാക്യത്തിന്റെ 19 വാക്യത്തിൽ പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നവരെണ്ണി. അപ്പൊ ഇതവര് കേട്ടു. ദൈവത്തിന് മരിച്ചു പോയവരെ ഉയർപ്പിക്കുവാൻ കഴിയും. ഇത് അവരെണ്ണാൻ തുടങ്ങിയപ്പോൾ അവരുടെ അകത്ത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി വ്യാപരിച്ചു. അപ്പൊ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വചനം നിങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ബ്രദറെ, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് എനിക്ക് എന്നാ ഗുണം? മരണം എന്ന് പറയുന്നത് ലോകപ്രകാരം ഏറ്റവും അവസാനം അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ പറയുക, ബ്രദറെ 10 ലക്ഷം രൂപ കടവുണ്ട്, 1 കോടി രൂപ കടവുണ്ട്, വലിയ രോഗത്തിന്റെ അകത്ത് ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു, വലിയ രോഗ വിഷയത്തിന്റെ അകത്ത് ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു, ഒരു ദിവസം നിങ്ങൾ അങ്ങ് മരിച്ചു വന്നിരിക്കട്ടെ, എല്ലാം തീർന്നില്ലേ? നിങ്ങൾ മരിച്ചുപോയി, പിറ്റേ ദിവസം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടി, വല്ല ഗുണമുണ്ടോ?
നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രു എന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത് മരണം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, എത്ര കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവസരം ഇപ്പോഴേ ഉള്ളൂ നമുക്ക്. ഇപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അവന് ജയിക്കാൻ പറ്റാത്ത വിഷയം എന്ന് പറഞ്ഞാൽ മരണമാണെങ്കിൽ ഈ മരണത്തെ പോലും ജയിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് വചനം കേൾക്കുമ്പോൾ നിങ്ങളകത്തോട്ട് കയറുന്നത്. അപ്പൊ നിങ്ങൾ ചെറിയ ആൾക്കാരാണോ? ഈ ശക്തിക്കകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവനും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ പാപത്തെ പോലെ പ്രാർത്ഥിക്കരുത്. വചനം കേൾക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടിരിക്കണം. കാര്യം നിങ്ങളുടെ അകത്തോട്ട് ഇത് കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? കേട്ടവരെ എണ്ണിയത് കൊണ്ട് അവരിലൂടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ഞാനൊരു സാക്ഷി ഒന്ന് കേൾപ്പിച്ചോട്ടെ. കാര്യം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വചനത്തിൽ ഞാൻ ബ്രേക്കായി പോവല്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പ്രയർ ലൈനിലേക്ക് അയച്ചൊരു സാക്ഷിയുണ്ട്. അതൊന്ന് കേൾപ്പിക്കാൻ. നിങ്ങളെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊന്ന് പറയണേ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേബിൾ ഇപ്പൊ കേട്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. എന്നാ സംഭവം എന്നറിയത്തില്ലല്ലോ. ഇപ്പൊ കേൾക്കാവോ? എന്റെ ബ്രസ്റ്റിൽ ഒരു 4 വർഷത്തോളം കേൾക്കാം. ഓക്കെ, ഒരു സഹോദരയുടെ സാക്ഷ്യമാണ്. ഞാൻ ഇന്ന് ഈ മരിച്ചവർ ഉയർപ്പിക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് ഈ സാക്ഷ്യം നിന്ന് കേട്ടോണം. ബ്രദറെ, എന്റെ പേര് മിനി എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എന്റെ ബ്രസ്റ്റിൽ ഒരു 4 വർഷത്തോളമായിട്ട് ഒരു ലംബ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ആയിട്ട് അതിന് ഭയങ്കര വേദനയും ഇങ്ങനെ വിങ്ങലായിരിക്കും അത് തരും. അപ്പോഴത്തേക്കും എന്റെ ആന്റിയാണ് സ്റ്റെല്ല ജെയിംസ്. ഒന്നും കേൾക്കുന്നില്ല. മ്യൂട്ടായി പോയി. ഒരു നിമിഷം എനിക്കത് കേൾപ്പിക്കാൻ പറ്റിയില്ല. സാറില്ല, ഞാൻ ഒന്നും കൂടെ അത് ഇടയ്ക്കൊന്നുകൂടെ കേൾപ്പിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഞാൻ മറ്റൊരു രീതി കൊണ്ട് കേൾപ്പിക്കാൻ ശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനറിയാം എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യണം? എൻ്റെ അകത്ത് അത് പ്രവർത്തിക്കണമെങ്കിൽ, എന്നെ അത് വിശ്വസിപ്പിക്കണമെങ്കിൽ വചനം ആവശ്യമാണ്. വചനം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളത്തിൽ ദൈവം എനിക്ക് പകരുന്ന, ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങളെ എന്നോട് ദൈവത്തിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇത് കൂടാതെ പറ്റത്തില്ല. പഴയ നിയമത്തിൽ നമ്മൾ ഇന്നാൾ പറഞ്ഞു, കൗശലപ്പണികൾ ചെയ്യുവാനും ചിത്രപ്പണികളെ കൊത്തുപണികളും ചെയ്യുവാൻ വേണ്ടി ദൈവം അവരെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും കഴിവും അവർ കൊടുത്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ ഇന്നാൾ എടുത്തിട്ടുള്ളത് അല്ലേ. അതിൽ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്രാഷ് കോഴ്സിന് വിട്ടിട്ട് ഒരു 3-4 വർഷത്തെ എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറിങ്ങിനോ നിങ്ങളെ വിട്ടിട്ട് ബൈബിൾ മൊത്തവും പഠിപ്പിച്ചിട്ട് വചനം എങ്ങനെയാണെന്നും കൂട്ടായ്മ എങ്ങനെയാണെന്നും വിശ്വാസം എങ്ങനെയാണെന്നും 10 വർഷത്തെ കോഴ്സ് എടുപ്പിച്ച് പഠിപ്പിക്കുവാൻ ദൈവത്തിന് പറ്റത്തില്ല. ദൈവം വളരെ ഈസി ആയിട്ട് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഉള്ളത്തിലേക്ക് ദിവ്യ ആത്മാവിനാൽ കൗശലപ്പണികളെയും ചിത്രപ്പണികളെയും ചെയ്തെടുക്കുവാൻ കഴിവ് കൊടുത്തു. ഇതേപോലെ തന്നെ ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങളെ നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ് കർത്താവിൻ്റെ വചനം. ഇതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കണമെന്നും വചനം നമ്മുടെ ഉള്ളിൽ വിശ്വാസം തരുന്നത്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ ശക്തിയും, അടുത്ത തെസ്സലോനിക്കർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നോക്കിയേ, ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയം. എന്താണ് ഈ ബഹുനിശ്ചയം? പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് തരുന്ന ഉറപ്പ്. നിങ്ങൾ പലരും പറയുന്നുണ്ട്, ബ്രദറെ എനിക്ക് എല്ലാവരെ പോലെ ധൈര്യമൊന്നുമുള്ള ആളൊന്നും അല്ല ഞാൻ, എപ്പോഴും കരഞ്ഞു പോയി നടക്കുന്ന ഒരാളാണ്, പ്രശ്നം വന്നാൽ ഞാൻ എപ്പോഴും പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളാണ്, ഞാൻ വളരെ സെൻസിറ്റീവാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
നോക്കിക്കേ, നിങ്ങളൊരു പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബ്രദർ ഇരുന്നുകൊണ്ട് വചനം പറയുകയാണ്, യഹോവ ഈരെ, ദൈവം കരുതും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വചനം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുഖാന്തരം അത്ഭുതം നടക്കും എന്നൊക്കെ കുറെ വചനം പറയുക. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക, നിങ്ങൾ വിഷമിച്ചിരിക്കുക, ഭാരപ്പെട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. തുടർച്ചയായിട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക, തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് നിങ്ങൾ ചുമ്മാ പറയുക എന്ന് വിചാരിച്ചു. ആ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾ പറയാണ്, യഹോവ ഈരെ, യഹോവ ഈരെ, ദൈവം കരുതും, ദൈവം കരുതും. എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാവോ? ആ വചനം കേട്ടപ്പോൾ ആ വചനത്തിന്റെ അകത്തിരുന്ന ശക്തിയും പരിശുദ്ധ ആത്മാവിന്റെ ഉറപ്പും നിങ്ങളുടെ ഉള്ളത്തിലോട്ട് പ്രവേശിച്ചു. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ആ പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ് നിങ്ങളെ ആ പ്രതികൂലത്തിന്റെ അകത്ത് തകർന്നു പോകാതെ പിടിച്ചു നിർത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് 6ാമത്തെ വാക്യം കൊണ്ടോ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങളുടെ കർത്താവിന് അനുകാരികളായി തീർന്നു. അപ്പൊ ബഹു കഷ്ടത്തിലിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പോയിട്ട് പറയുക, ഇങ്ങനെയൊക്കെയാണ് വിശ്വാസ ജീവിതം, ഇതുപോലെ കഷ്ടതയും ദുരിതവും പ്രയാസവും ഒക്കെയാണ്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ പാട്ടൊക്കെ പാടിയ ആൾക്കാർ കൂടെ കൈയടിക്കും. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇവരങ്ങനത്തെ ആൾക്കാരല്ല. ഇവർ ബഹു കഷ്ടത്തിന്റെ അകത്തിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ അതിനെ തെസ്സലോനിക്ക സഭയുടെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, എടുക്കുന്നില്ലത്. അപ്പൊ ഇവരുടെ അകത്തോട്ട് വചനം കയറിയിട്ട് ബഹു കഷ്ടത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയാണ്. ഇവരെ പറ്റി ബൈബിൾ പറയുന്നു, ഇവർ കർത്താവിന് അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ ബെക്കദോനിയയിലും അകാലിയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം ബഹു കഷ്ടത്തിൽ കടന്ന നിങ്ങൾ ഇപ്പൊ മാതൃകയായി തീർന്നു. എങ്ങനെയാ മാതൃകയായി തീർന്നത്? നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നും മെക്കദോനിയയിലും അഖാലിയിലും മാത്രമല്ല എല്ലായിടത്തും നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ കഷ്ടത്തിൽ കടന്ന വ്യക്തികള് സുവിശേഷം കേട്ട് അവരെന്ത് ചെയ്തു? എബ്രായ ലേഖന പ്രകാരം അവർ ചുമ്മാ ഇരുന്നില്ല, അവരെണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 എന്നല്ല, അവരാ വചനം ഏറ്റുപറയാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ്ലിയൊക്കെ പഠിപ്പിച്ച വാക്യങ്ങൾ അവർ ഏറ്റുപറയാൻ തുടങ്ങി. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ്, എന്റെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്, മരണമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവാണ്. അപ്പൊ ഇത് നിങ്ങളുടെ അകത്തോട്ട് കേറുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകുന്നു? സാധ്യതകൾ ഉണ്ടാകുന്നു. ആമേൻ. നിങ്ങളുടെ അകത്ത് ഇതുവരെ ഇല്ലാത്ത വഴികൾ അവിടെ തുറക്കുകയാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരികയാണ്. ഞാൻ മറ്റൊരു വാക്യം കൂടെ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് കാണിക്കാം. പഴയ നിയമത്തിലൊരു വാക്യമാണ്. അതിൻ്റെ അകത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ അകത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നിങ്ങളവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ആ വാക്യം കൊണ്ടോണം. നാം 7 വഴിയായി പോകണമെന്ന് അവർ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായി തന്നെ അവർ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവ് ഏതോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റിയ ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കാണ്ട. നമ്മളെ പോലെ തന്നെയാണ് ഈ രാജാക്കന്മാരല്ല ഇസ്രായേലില്. വലിയ തമാശക്കാരാ. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും പ്രശ്നം വരുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്തില്ല, ശത്രു ജയിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസികളുടെ പോലും എന്തേലും വന്ന ഉടനെ നമ്മൾ പറയും, പിശാശ് എങ്ങോട്ട് വഴി മൊത്തം അടച്ച്, പിശാശ് അങ്ങോട്ട് അനുഗ്രഹം മൊത്തം തടഞ്ഞ്, പിശാശ് അങ്ങോട്ട് ഉള്ള വഴിയെല്ലാം നമ്മളിങ്ങനെ വലിയ ഇഷ്ടം ആൾക്കാർക്ക് അത് പറയാൻ വേണ്ടി. ഇവിടെ മോവാബ് രാജാവ് പറയാണ്, അവർ വഴി മരുഭൂമി ചുറ്റി നടന്ന സമയത്ത് അവർക്ക് സൈന്യം ഉണ്ടായിരുന്നു, സൈന്യത്തിനും മൃഗത്തിനും ഇഷ്ടം പോലെ വെള്ളം വേണം. അപ്പൊ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഉടനെ ഇസ്രായേൽ രാജാവ് പറയണം, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കണമോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ ദൈവം വിളിച്ചു വരുത്തുന്നത് നശിപ്പിക്കാൻ വേണ്ടി അല്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കൂടെ നിങ്ങൾ വിശ്വാസം മ്യൂട്ട് മാറ്റണ്ട, പറഞ്ഞാൽ മതി. ഞാൻ ദൈവത്തെ വിളിക്കുന്നത് തകരാനല്ല, ഉയർച്ച തന്നെ പ്രാപിക്കാനാ.
ആമേൻ. ഇവിടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞിട്ട് എന്നിട്ട് പറയണം, എന്നാൽ യഹോഫാത്ത് നാം യഹോവയുടെ അരുളിപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഷാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ പക്കൽ യഹോവയുടെ അരുളിപ്പാടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ മുതൽ ചരിത്രം മാറും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, കൂട്ടായ്മയ്ക്കകത്ത് ഇരിക്കുമ്പോൾ സീരിയസ് ആയിട്ടിരുന്നു വേണം. ഏത് നിമിഷവും ആലോചന എൻ്റെ ചരിത്രം മാറ്റും. ഇവിടെ അതുവരെ ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ഞങ്ങളെ മോവാബരുടെ കൈ കൊണ്ട് കൊല്ലാൻ വേണ്ടിയാണൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഇവിടെ ദൈവത്തിന്റെ അരുളിപ്പാട് നമുക്ക് ആവശ്യമാണ്. ഉടനെ എന്ത് ചെയ്തു? അവൻ യഹോവയുടെ അരുളിപ്പാട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോഫാത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. ഏലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ നിന്നും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കൽ നിന്നും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവിനോട്, ഇങ്ങനെയല്ലല്ലോ, ഈ 3 രാജാക്കന്മാരെയും മോവാബരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് പറയുന്നു, അതിന് ഏലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. നോക്കുകയെ, എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു പാട്ടുകാരനെ, ഒരു വർഷിപ്പ് ലീഡറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഈ ആരാധനയും ശുശ്രൂഷയൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. എലീശ പ്രവാചകൻ പറഞ്ഞു, ഒരു വീണക്കാരനെ, അതിന്റെ അർത്ഥം കിന്നരം വായിക്കുന്ന ഒരാൾ, ദൈവത്തെ ആരാധിപ്പിക്കുന്ന ഒരു വർഷിപ്പ് ലീഡറാണ്. വീണക്കാരനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അതിന്റെ അർത്ഥം എലീശയുടെ മനസ്സിനെയും ചിന്തയിനെയും ആരാധനയിലേക്ക് ഉണർത്തുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഉടനെ പറയുകയാണ്, അവൻ പറഞ്ഞു, എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവിനെന്ന് പറഞ്ഞു. നോക്കിക്കണം. അപ്പൊ ഈ സൈന്യം, സൈന്യം, കുതിര, കൂടെയുള്ള രാജാക്കന്മാർ, ഇവരെല്ലാം വെള്ളമില്ലാതെ വളരെ അവര് ഭാരപ്പെട്ട്, ഇത്രയും വലിയ സൈന്യമുണ്ട്, കൂടെ കുതിരയുണ്ട്, മറ്റ് സാമഗ്രികളുണ്ട്, വെള്ളമില്ലാതെ ഇവരെല്ലാം ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോ പറയുക, പോയി കുഴി വെട്ടാൻ പറയുക. എന്റെ ചിന്ത, ദൈവത്തിന് ഈസി അല്ലേ, അവിടെ വെള്ളം സൃഷ്ടിച്ചാ പോരെ? കുഴി കുത്തി, ഇനി ആ കുഴിക്കകത്ത് വെള്ളം വരുന്നതാണ് എളുപ്പം, അവിടെയുള്ള ഏതെങ്കിലും ഒരു കിണറ്റിലോട്ട് വെള്ളം നിറയ്ക്കുന്നതല്ലേ എളുപ്പം? ദൈവം ചിലപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ നോക്കിയേ, യഹോവ പറയുകയാണ്, താഴ്വരയിൽ കുഴി കുത്ത്. എന്നിട്ട് പറയുകയാണ്, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. മഴ പെയ്യാതെ, വെള്ളം പൊങ്ങാതെ, കാറ്റടിക്കാതെ ഒരിക്കലും ഒരു സ്ഥലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, വെള്ളം നിറയത്തില്ല കുഴികൾക്കകത്ത്. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ കുഴി കുത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പം അവർ ചിന്തിക്കത്തില്ല, പ്രവാചകൻ ഞങ്ങളെ കളിയാക്കുവാണോ? മഴയും പെയ്യത്തില്ല, കാറ്റും അടിക്കത്തില്ല, പിന്നെ എങ്ങനെ വെള്ളം നിറയുന്നത്? എന്തുകൊണ്ട് അവർക്കത് ചിന്തിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവരെ എതിർത്തു പറഞ്ഞില്ല? ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് പോരാ എന്നത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണ്. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളെയും ശ്രേഷ്ഠ നഗരങ്ങളെയും ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെയും മുറിക്കത്തക്കവണ്ണം നീരുറകളെയും അടച്ചു കളയുന്നതും നല്ല എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. പിറ്റേന്നാള് രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോൻ വഴി വരുന്നത് കണ്ട് ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഞാനത് ബാക്കി എടുക്കുന്നില്ല, നമ്മുടെ വിഷയം ഇത് മാത്രമാണ്. അപ്പം വചനം കേട്ടപ്പം, ആ ദൈവത്തിന്റെ അരുളിപ്പാട് കേട്ടപ്പം പ്രവാചകൻ അത് പറയുമ്പം ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ജനത്തിന് കുഴി കുത്തുവാനുള്ള ബലം എവിടുന്ന് കിട്ടി? നിങ്ങളോട് ഞാനിപ്പോ പറയാം, നിങ്ങളിപ്പോ ദാഹിച്ച് വലഞ്ഞു വരിക, ഞാൻ പറയുക, സഹോദര, ഒരു പിക്കാസ് എന്നിട്ട് പറയാം, അവിടെ പോയി കുഴി കുത്ത്. മഴയും പെയ്യത്തില്ല, കാറ്റ് പഠിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. നാളെ ഇവിടെ വെള്ളം കൊണ്ട് നിറയാൻ വേണ്ടി പോകും. 1-2 പേർക്കല്ല, വലിയ സൈന്യം കൂടെയുണ്ട്, കുതിരകളുണ്ട്, ചേവകരുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളം, അതിനുവേണ്ടി കുഴി കുത്താൻ പറഞ്ഞു. അപ്പൊ കുഴി കുത്താൻ ഇവരിൽ എങ്ങനെ ഈ വിശ്വാസം വന്നു? എങ്ങനെ ഇവർക്ക് ഈ വിശ്വാസം കിട്ടി കുഴി കുത്തിയാൽ വെള്ളം കിട്ടുമെന്ന്? സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകണം, മഴ പെയ്യണം. ഇത് രണ്ടും നടന്നില്ലെങ്കിലും വെള്ളം ഉണ്ടാകും എന്നവർക്ക് എവിടുന്ന് കിട്ടി വിശ്വാസം? അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അതിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള വിശ്വാസമുണ്ട്.
അതിൻ്റെ അകത്ത് കുഴി കുത്താനുള്ള ഉറപ്പ് അവിടെയുണ്ട്. ഞാൻ ചിന്തിക്കുക, കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരാണ്ട് അതിലേ പോവാ, യഹോവയെ ആരാധിക്കാത്തവൻ പറയുക, അവർ പറയും ഈ മഴയില്ലാത്ത കാലത്ത് കുഴി കുത്തിയാൽ എങ്ങനെ വെള്ളം കിട്ടാൻ? അപ്പോൾ അവിടെ കുഴി കുത്തുന്നവൻ പറയും, നാളെ ഈ സമയത്ത് വെള്ളം നിറയാൻ വേണ്ടി പോവാ, മഴയും പെയ്യത്തില്ല, കാറ്റും അടിക്കത്തില്ല. അപ്പൊ അവിടെ വഴിപോക്കം പറയും, മഴയും പെയ്യത്തില്ല, കാറ്റും അടിക്കത്തില്ല, പിന്നെ എങ്ങനെയാ വെള്ളപ്പൊക്കം വരുന്നത്, ഇത് വെള്ളം നിറയുന്നത്? അതാണ് വചനത്തിന്റെ ശക്തി. വചനം കേട്ടയാൾക്ക് വിശ്വാസത്താൽ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയം വന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ തളർത്തുന്ന സാഹചര്യങ്ങൾ വന്നിട്ടും തളർന്നു പോകാത്തതിന്റെ കാരണം നിങ്ങൾ വചനം കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്ന് നിർത്തി നോക്കിക്കേ, ഈ വചനം കേൾക്കുന്ന പരിപാടി നിർത്തി, വചനം പറയുന്ന പരിപാടി നിർത്തി, ഒരു 2 മാസം വെറുതെ ഇരുന്ന് നോക്കി, ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നിങ്ങളുടെ ജീവിതം ഏറ്റവും തകർച്ച ജീവിതമായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. ഇത് കേൾക്കുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്, ഇത് പറയുന്നത് കൊണ്ട് അകത്ത് ഈ ഉറപ്പുണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്ത് അതുകൊണ്ടാണ് തെസ്സലോനിക്ക സഭയോട് പൗലോസ്ലീഹ പറയുന്ന വാക്ക് കണ്ടോ, ഞങ്ങൾ പറഞ്ഞ സുവിശേഷം വചനമായി മാത്രം, നോക്കി, വചനമായി മാത്രമല്ല, വെറും വാക്ക് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. നിങ്ങൾ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയത് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, ബഹു കഷ്ടത്തിന്റെ അകത്തിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഈ വചനം കേട്ട സമയത്ത്, നിങ്ങളുടെ കഷ്ടങ്ങളെ ഞാൻ ഏറ്റുപറയാൻ വേണ്ടി വന്നതല്ല, നിങ്ങളെ പൗലോസ്ലീഹ പറയും, ഞാൻ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അക്കാലയിലും മെക്കദോനിയയിലും ഉള്ളവർ ഇപ്പൊ പറയുക, ഓ അവരുടെയൊക്കെ അടുത്ത് പോകണം. ഞാൻ ഇങ്ങനെ പറയുകയാണെ, അവരുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ എന്നെ അനുഗ്രഹമാണെന്നറിയോ, അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ വിടുതല എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റിയതിന്റെ കാരണം അവർ കേൾക്കുന്ന വചനം അവരിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി, അവർ കേൾക്കുന്ന വചനം അവരിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങി. ആമേൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ വചനം കേൾക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ, ആ വചനം പറയുവാൻ നിങ്ങൾ മെനക്കെടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി നിറയാൻ തുടങ്ങും. ആമേൻ. പലപ്പോഴും നമ്മൾ എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. നിങ്ങൾ കേൾക്കുന്ന പല വചനങ്ങൾ, അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ഞാൻ ഈ പ്രയാസത്തിലിരിക്കുമ്പോഴും യൂട്യൂബിൽ ഇപ്പോൾ ഒരു ബ്രദർ പ്രസംഗിച്ചതേ ഉള്ളൂ ഒരു വചനം. ഏത് വചനമാണെന്നറിയാവോ കേട്ടത്? നിന്റെ തകർച്ചകൾ സാരമില്ല, നിന്റെ നിന്ദകൾ സാരമില്ല, ദൈവം നിന്നെ എന്ത് ചെയ്യുവാണ്, പണിതെടുത്ത് പൊന്നാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം കേൾക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ശരിയാണല്ലോ, എൻ്റെ അവസ്ഥയെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പ്രവാചകൻ പറഞ്ഞല്ലോ, എന്നെ ദൈവം പൊന്നാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയരെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വേണം, കർത്താവിൽ ഞാൻ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഈ പ്രശ്നം എനിക്ക് ജയിക്കാനുള്ള ശക്തി അവൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ രാജാക്കന്മാര് വെള്ളം കിട്ടാതെ മരിക്കേണ്ട അവസ്ഥയിൽ ദൈവത്തിന്റെ അരുളിപ്പാട് വരികയാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശോധനയാണെന്നല്ല പറഞ്ഞേക്കുന്നത്. അടുത്ത വാക്യം നോക്കിയ, വെള്ളം കൊടുക്കുക മാത്രമല്ല ദൈവം പറഞ്ഞത്, അവരോട് പറയും നിങ്ങൾ ജയിക്കുമെന്നും കൂടെ പറഞ്ഞു. അവിടെ ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ഞങ്ങൾ പെട്ടു എന്ന് പറയുമ്പോൾ, ഞങ്ങൾ അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ പറയും, നിങ്ങൾ ജയിക്കാൻ വേണ്ടി പോവാ. അവര് പറയുന്നു ഞങ്ങൾ തോക്കാൻ വേണ്ടി പോവാ. പക്ഷെ ആ ഒറ്റ വചനത്തെ കയറി അവർ പിടിച്ചു, യഹോവയുടെ അരുളിപ്പാടെ കയറി പിടിച്ചു, ഓടിപ്പോയി കുഴികുത്തി. പിറ്റേ ദിവസം വെള്ളം ഇരച്ചു വരുന്നവർ കണ്ടു എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ അകത്ത് കുഴി കുത്തിക്കൊണ്ടിരിക്കുവാന്ന് വിചാരിച്ചു. കുഴി കുത്തുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ബ്രദർ എനിക്കിപ്പോൾ ആകെ പറ്റുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദർ, ഇതല്ലാതെ എനിക്ക് ഒന്നുമില്ല ബ്രദർ. എൻ്റെ സഹോദരി, വചനം പറയാൻ പറ്റുന്നുണ്ടോ? ഉറപ്പിച്ചോ, വെള്ളം വരാൻ വേണ്ടി പോവാ. ഇവിടെ കുഴി കുത്തിയതാണെങ്കിൽ ഇന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ബ്രദർ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല ബ്രദറെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് രണ്ടും പറ്റും. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഈ പ്രതികൂലത്തിന്റെ അകത്തും രണ്ടില്. ചിലർ എനിക്കറിയാം, ചില സഹോദരിമാർ പറയും, ബ്രദറെ എനിക്ക് പ്രാർത്ഥനയെ കയറാൻ പോലും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. അവരുടെ കുഴപ്പമല്ല കേട്ടോ. എനിക്ക് പ്രാർത്ഥനയെ കയറാൻ പോലും തോന്നുന്നില്ല ബ്രദറെ, ബ്രദറിന്റെ മോൻ കാണാൻ പോലും തോന്നുന്നില്ല, ഇപ്പം ആ വചനം കേൾക്കാൻ പോലും തോന്നുന്നില്ല. അത്രത്തോളം പിശാച് എന്നെ എന്ത് ചെയ്തു കറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സൈൻ പ്രാർത്ഥനയിൽ ചാടി വരും, പ്രാർത്ഥനയ്ക്കകത്ത് ചാടി വരും. തെളിവ് എന്നാ ബ്രദറെ? പഴയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹന്ന വീടിന്റെ അകത്ത്, ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്ത്, ഒന്നാമത്തെ പുസ്തകത്തിന്റെ എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ചില കയറിപ്പോയി എങ്കിലും സാരമില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകം പറഞ്ഞു തരാം. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരാം.
ഇവിടെ നോക്കിയേ, യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്നുണ്ട്, അവളെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിക്കുന്നത് കൊണ്ട് അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. നോക്കിക്കേ, അതായത് തലമുറയില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹന്നേനെ തന്റെ പ്രതിയോഗി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രതിയോഗി ആരും നമുക്കറിയാം അല്ലേ? പ്രതിയോഗി എല്ലാ ദിവസവും മുഷിപ്പിക്കുക. എന്താ മുഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്നാ നിങ്ങൾക്ക് കൊച്ചുണ്ടാകാത്തത്? 24 മണിക്കൂറും ബൈബിളോട്ട് നടക്കുവാണല്ലോ, 24 മണിക്കൂറും പ്രാർത്ഥനയും പാട്ടുവാണല്ലോ, എന്നാ നിന്റെ ജീവിതത്തിൽ ഒന്നും കാണാത്തത്? കണ്ടോ, ആണ്ടുതോറും ആലയത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളിപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി സൂം പ്രയറിലോ ആരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വഴി വന്നുകൊണ്ട് പറയുക, എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഈ ബൈബിളും പിടിച്ചോണ്ട് നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാ ദൈവം നിനക്ക് നന്മ തരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ പരിഹസിക്കുമ്പോൾ ചിലരാണ് എന്ത് ചെയ്തേനെ, ഒറ്റ കാർച്ച അകത്തോട്ട് കയറുന്നു, വാതിലടയ്ക്കുന്നു, കരയുന്നു. ഇനി ഞാൻ എന്തിനാ കർത്താവെ നിന്നോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ കർത്താവെ ഞാൻ നിന്നെ വിളിക്കുന്നത്? എന്നെ എവിടെ നോക്കിയാലും കളിയാക്കും, നിന്നെയും പരിഹാസം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കിടന്ന് കരയുമ്പോൾ ബൈബിൾ പറയുന്നു, ഇങ്ങനെ നോക്കിയേ, അവൾ അങ്ങനെ മുഷിപ്പിച്ചു പോന്നു. അവളുടെ ഭർത്താവ് എൽക്കാന പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നിങ്ങൾ നോക്കിക്കേ, അവൾ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ആസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഹന്ന പള്ളിയിൽ പോയോ ഇല്ലയോ ഒന്ന് പറഞ്ഞ്? പോയി ബ്രദറെ. ഹന്ന പോയി. കണ്ടോ? അപ്പൊ ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ കയറാൻ തോന്നുന്നില്ല, എനിക്കിപ്പം ഒരു മീറ്റിംഗ് പോലും കയറാൻ തോന്നുന്നു, പള്ളിയിൽ പോലും പോകാൻ തോന്നുന്നില്ല, എനിക്ക് ഒരു സൂം പ്രയറും കയറാൻ തോന്നുന്നില്ല, ഒരു വചനം പോലും വായിക്കാൻ തോന്നുന്നില്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഹന്ന ഇത്രയും പ്രതിസന്ധി, അവള് പട്ടിണി കിടന്നു, കരഞ്ഞു, കണ്ണുനീർ വാർത്തു, നിന്ന കേട്ടു, പരിഹാസം കേട്ടു, എന്നിട്ട് പിന്നെയും പള്ളിയിൽ പോവാം. ഇതാണ് ദൈവം പ്രവർത്തിക്കുന്നുള്ളതിന്റെ സൈൻ. ദൈവം ഒരു വ്യക്തിയുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ബഹു കഷ്ടത്തിന്റെ അകത്തിരിക്കുമ്പോഴും പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ അകത്ത് ശക്തിയോടും ബഹുനിശ്ചയത്തോടും പ്രവർത്തിക്കുന്നു. ഇവിടെ നോക്കിയേ, അവർ ദാഹജലത്തിന് വേണ്ടി ഒരു സൈന്യവും രാജാക്കന്മാരും അലയുക. കൂടെയുള്ള രാജാവ് പറയുകയാണ്, ഉറപ്പാ നമ്മൾ തകർന്നു പോകും. എന്നാൽ മറ്റൊരാൾ പറയുന്നു, ഓടിപ്പോയി അവർ കുഴി കുത്താൻ തുടങ്ങി, നാളെ വെള്ളം വരും. നോക്കിക്കേ, നാളെ വെള്ളം വരും. വെള്ളമില്ല, ഒന്നുമില്ല, പക്ഷെ ഉറപ്പായിട്ടും കുഴി കുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് വചനം പറയുന്നവൻ കുഴി കുത്തിക്കൊണ്ടിരിക്കുക, വെള്ളം കാണാൻ വേണ്ടി പോവാ. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ അകത്ത് കർത്താവ് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട്, ഞാൻ പിന്നെ എപ്പോഴേലും കാണുമൊക്കെ, സഹോദരി ഇപ്പൊ എന്നെ പ്രാർത്ഥനയ്ക്ക് വരത്തോ, എന്റെ ബ്രദറെ പ്രാർത്ഥനയ്ക്ക് പോലും കയറാൻ തോന്നുന്നില്ല ബ്രദറെ. പിന്നെ എവിടെ പോയിരിക്കുന്നത്? പിശാചിന്റെ കൂടെ പോയിരിക്കുക. പിശാച പ്രാർത്ഥനയ്ക്ക് കയറാത്തത്, പിശാച ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത. അപ്പൊ നിങ്ങൾ അവിടെ പോയിരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, കർത്താവിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറയുക, ഏത് സമയത്തും കയറി തൊടും. അതെപ്പോഴാന്ന് നമുക്കറിയത്തില്ല. മരിച്ചുപോയ ലാസറിന്റെ വീട്ടുകാർ ഓർത്തു, 1-ാം ദിവസം യേശു പനി പിടിച്ചു കിടന്നപ്പോൾ യേശു വന്നില്ല, ഛർദിലും മേലാഴികയാതപ്പോൾ യേശു വന്നില്ല, പനി കൂടിയപ്പോൾ യേശു വന്നില്ല, മരണത്തോട് മല്ലടിച്ചപ്പോൾ യേശു വന്നില്ല, 1-ാം ദിവസം മരിച്ചപ്പോൾ യേശു വന്നില്ല, 2-ാം ദിവസം മരിച്ചപ്പോഴും യേശു വന്നില്ല, 3-ാം ദിവസം അടക്കം കഴിഞ്ഞു, 4-ാം ദിവസം മാറ്റം വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഓ എന്തൊരു യേശുവാ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയാലും വിശ്വാസം കൈവിടരുതേ. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന മാർത്ത പറയുന്ന ഒരു വാക്കാണ്, കർത്താവേ ഇനിയും നീ പിതാവിനോട് അപേക്ഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയാം. ഇത് പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളത്തിൽ? നിങ്ങൾ കേട്ടതിന്റെ ശക്തിയാ കേട്ടോ. കേട്ട വചനം ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതീക്ഷ കൈവിടാത്തത്. പലപ്പോഴും എന്തുകൊണ്ടാണ് തളർന്നു പോകാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ആളുകളെ നിർബന്ധിക്കാത്തതിന്റെ കാരണം? എനിക്കറിയാം, ഞാൻ കുറെ നിർബന്ധിച്ചുകൊണ്ട് ആരും വിശ്വാസം നിൽക്കത്തില്ല, ഞാൻ കുറേ ബലപ്പെടുത്തും നിങ്ങൾ നിൽക്കത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ അകത്തോട്ട് ബഹുനിശ്ചയം കയറിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ അകത്തോട്ട് ശക്തി കയറിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ അകത്തോട്ട് ഉറപ്പ് കയറിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. അത് നിങ്ങളെ പ്രതികൂലങ്ങൾക്കകത്ത് നിങ്ങളെ ജയാളിയാക്കി നടത്തുമെന്ന് എനിക്ക് അറിയാം. ആമേൻ. അതുകൊണ്ടാണ് കുഴി കുത്തണം. അപ്പൊ എന്തായി കുഴി കുത്തുക എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വചനം ഇത്രയും പ്രതിസന്ധിക്കകത്തും വചനം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വചനം പറയാൻ പറ്റുന്നവരുണ്ടോ?
ഉണ്ട് ഉണ്ട് ബ്രദറെ. ഉണ്ട് ബ്രദറെ. അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നവരാ നിങ്ങൾ. വലിയൊരു പെരുവെള്ളം പോലെ കർത്താവിന്റെ വഴി തുറക്കാൻ പറ്റും. ഹാലേലൂയ. ആ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴും, ആ കടഭാരത്തിന്റെ ഞെരുക്കത്തിന്റെ അകത്തിരിക്കുമ്പോഴും, കുടുംബത്തിന്റെ അകത്ത് തലമുറകളുടെ ഭാവി അടഞ്ഞ അവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും, പ്രാർത്ഥന ഇട്ടേച്ച് പലരും പോയപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ കേട്ട വചനം നിങ്ങളെ പിടിച്ചിരുത്തിയിരിക്കുക. കേട്ട വചനം നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സൈൻ അതാണ്. ആ സമയത്ത് അതും ഇതും കേൾക്കാൻ വേണ്ടി പോകരുത്. നിങ്ങളുടെ അകത്തോട്ട് അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പം വിശ്വാസത്തിന്റെ വചനങ്ങൾ അകത്തോട്ട് കയറ്റിക്കൊണ്ടേ ഇരിക്കണം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാവേ. മോവാബ് രാജാവും യഹൂദ രാജാവും എല്ലാം കൂടി എന്ത് ചെയ്തു? അവര് ഏലിയാവ് പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്തു? കുഴി കുത്താൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോ പിക്കാസും കോടാലിയൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെല്ലാം കുഴി കുത്തുക. എന്തോരം കുഴി വേണം! ഇത്രയും കുതിരകള്, സൈന്യം, ഇവർക്കെല്ലാം കിണറ്റിന്റെ ഒരു കിണർ പോലെ വെള്ളം കുടിക്കാൻ. ഇവരിങ്ങനെ നിന്ന് കുഴി കുത്തിക്കൊണ്ടിരിക്കുക. കുഴി കുത്തുന്ന സമയത്ത് ആ കൂടെയുള്ള ആൾക്കാരുടെ മനസ്സ് ചിലപ്പം ഇളകി പോവായിരിക്കും. ദൈവമേ, കുഴി കുത്തിയിട്ട് വെള്ളം വന്നില്ലെങ്കിലോ? ആ ഇസ്രായേൽ രാജാവാണെങ്കിൽ അവിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. അദ്ദേഹം പറയുവാണ്, ഇനി എങ്ങാനും വെള്ളം വന്നില്ലെങ്കിലോ? അപ്പൊ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നില്ല, യഹോവ നാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, യഹോവ വെള്ളം തരും, മഴയും പെയ്യത്തില്ല, കാറ്റു അടിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ വെള്ളം കാണും. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എണ്ണുക എന്ന് പറഞ്ഞാൽ പറയുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ അത്ഭുതം കാണും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ നന്മ കാണും, ഞാൻ ആ ദൈവത്താലുള്ള ഉയർച്ച അനുഭവിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാകും എന്ന് വിശ്വാസത്തിൻ്റെ വചനങ്ങളെ പറയുന്ന വ്യക്തികളായി നിങ്ങൾ മാറുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് മെനക്കെട്ടെ. വചനം കേൾക്കാനും, ശ്രദ്ധിച്ചോണം, കേൾക്കാനും പറയാനും ഒന്ന് മെനക്കെട്ടാൽ നിങ്ങളുടെ അകത്ത് ഈ ഉറവകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, വലിയ അത്ഭുത സാക്ഷ്യത്താൽ നിറയ്ക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും നിങ്ങൾ കാണാൻ വേണ്ടി പോവാം. ഇല്ല, എന്നെ കുഴപ്പമൊന്നും പറയും, നമ്മൾ ഈ കേൾക്കുന്ന വചനം മുഴുവനും നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. പറയുന്നോണ്ട ഗുണം ഞാൻ പറഞ്ഞുതരാം. കേൾക്കുന്ന വചനം ഉള്ളത്തിൽ കിടന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക, പുറത്തോട്ട് അങ്ങോട്ട് ഒഴുകുന്നില്ല. ജീവജലത്തിന്റെ നദി ഒഴുകണമെങ്കിൽ നമ്മൾ തുറക്കണം. നിങ്ങൾ കേട്ട വചനം മൊത്തം നിങ്ങളുടെ അകത്ത് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് ബൈബിൾ ഹൃദയം നിറയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ഈ വചനമെല്ലാം കേട്ടിങ്ങനെ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ബലപ്പെട്ട് കിടക്കുക. ആ ബലപ്പെട്ടതൊന്ന് തുറന്നു വിട്. കേട്ട വചനം ഒന്ന് തുറക്ക് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ബ്ലെസ്സിങ്ങുകളുടെ മേഖലകളെ തുറക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആമേൻ. ഞാനൊരു സാക്ഷി ഒന്ന് കേൾക്കാം. നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണേ. ഓഡിയോ ക്ലിയർ ആണെങ്കിലോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ, ഈ ലൈവിൽ യൂട്യൂബിൽ കാണുന്നവര്, നിങ്ങൾക്ക് ഈ ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. ഈ സാക്ഷി ഒന്ന് കേട്ടൊന്ന് ബലപ്പെടാൻ. നമുക്ക് ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നുള്ള പറഞ്ഞേക്കുന്നത്. നമ്മുടെ പ്രയറിലേക്ക് വന്ന ഒരു മിനിറ്റ് ഒന്ന് കേൾപ്പിക്കാവേ. ബ്രദറെ, എൻ്റെ പേര് മിനി എന്നാണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്, ഒരു സെക്കൻഡ്. എനിക്ക് തോന്നുന്നത് ഓക്കെ, ഇനിയിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, നോക്കണം. ബ്രദറെ, എൻ്റെ പേര് മിനി എന്നാണേ. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ബ്രസ്റ്റിൽ ഒരു 4 വർഷത്തോളമായിട്ട് ഒരു ലംബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അതിന് ഭയങ്കര വേദനയും ഇങ്ങനെ വിങ്ങലായിരിക്കും ഇത് തരും. അപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റിയാണ് സ്റ്റെല്ല ജെയിംസ്. ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രദർ പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, ഇങ്ങനെ യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ബ്രസ്റ്റിലെ തടിപ്പും വേദനയും മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ചായിട്ട് ആ വേദന അവിടെ ഇല്ല. അപ്പോൾ ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ലംബും അവിടെ കാണാനില്ല. ബ്രദറെ, ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പിന്നെ വചനം പറയാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിച്ച ബ്രദറിന് നന്ദി പറയുന്നു. ആമേൻ.
പറയുന്നു. കർത്താവിന്റെ കൃപ. എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ഇപ്പൊ എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ക്ലിയർ ആയിട്ട് ഓടി ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു സാക്ഷ്യം കേൾക്കാം. നമ്മുടെ ഡോക്ടർ അയച്ചു തന്നൊരു സാക്ഷ്യമാണ്, അതുകൂടെ കേൾപ്പിക്കാം. അതുകൂടെ നിങ്ങളെ കേൾപ്പിക്കാം. സിസ്റ്റർ പ്രൈസ് ലോർഡ്. ഡോക്ടർ രാകേഷ് ആണ് വയനാട്ടിൽ നിന്ന്. സിസ്റ്റർ, ഞങ്ങൾ കുറച്ച് പശുക്കളെ വളർത്തുന്നുണ്ട്. എല്ലാം നാടൻ പശുക്കളാണ്. ഇപ്പോൾ പാല് സ്വാഭാവികമായിട്ടും കുറവാണ്. അപ്പോൾ ഞാൻ ആ കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ നാടനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യേണ്ട, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൈവച്ച് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം വിശ്വാസം ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഒരു 10 ലിറ്ററിൻ്റെ അടുത്തോളം കിട്ടുന്നുണ്ട്. 2.5 ലിറ്ററിൻ്റെ ചോടിയായിരുന്നു ആദ്യം പാല് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ധാരാളമായിട്ട് കർത്താവ് തന്ന് അനുഗ്രഹിച്ചു. ആമേൻ. എല്ലാ മഹത്വവും യേശുവിന്. ഡോക്ടർ നമുക്ക് അയച്ചു തന്ന ഡോക്ടറുടെ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ അദ്ദേഹം അയച്ചു തന്ന സാക്ഷിയാണ് പ്രയർ ലൈനിലേക്ക്. അപ്പോൾ 2 സാക്ഷ്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സഹോദരി പറഞ്ഞു 4 വർഷമായിട്ട് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ സഹോദരി എന്ത് ചെയ്തു? വചനം കേട്ടു. അപ്പം മറ്റൊരു സഹോദരി എന്ത് ചെയ്തു? സ്റ്റെല്ല സഹോദരി, അങ്ങനെ പേര് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അത് അയച്ചു കൊടുത്ത ആളുകളുടെ ഞാൻ കേൾപ്പിക്കാം. അത് വലിയൊരു ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവി തന്നെയാണ്. അത് കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ബ്രസ്റ്റിൽ ഒരു 4 വർഷത്തോളമായിട്ട് ഒരു ലംബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അതിന് ഭയങ്കര വേദനയും ഇങ്ങനെ വിങ്ങലായിരിക്കും അത് തരും. അപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റിയാണ് സ്റ്റെല്ല ജെയിംസ്. സ്റ്റെല്ല ജെയിംസ് പറഞ്ഞ സിസ്റ്റർ അയച്ചു കൊടുത്താണ് ഈ സഹോദരിക്ക് ഈ പ്രാർത്ഥന. ആ സഹോദരി പ്രാർത്ഥനയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെല്ല സഹോദരി പ്രാർത്ഥനയിലുള്ളതാണ്. അതോ യൂട്യൂബിൽ കേൾക്കുന്ന എനിക്ക് അറിയത്തില്ല. സ്റ്റെല്ല സഹോദരി അപ്പോൾ സഹോദരി ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ അതോ യൂട്യൂബിൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ സഹോദരി അയച്ചു കൊടുത്തതാണ് ഈ സഹോദരിക്ക് വാക്യം. 4 വർഷമായിട്ട് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഈ സഹോദരി അത് കേട്ടിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. അപ്പോൾ മുഴ എവിടെയുണ്ട്, വേദന എവിടെയുണ്ട്? 4 വർഷമായിട്ട് നമുക്കറിയാതെ പിന്നീട് മറ്റ് വലിയ വലിയ രോഗങ്ങളിലേക്ക് അത് മാറാൻ സാധ്യതയുള്ളതാണ്. ആ സഹോദരി എല്ലാ ദിവസവും പറയാൻ തുടങ്ങി വചനം കേട്ടിട്ട് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം ഈ പറയുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് പലരും ചോദിക്കത്തില്ലേ? കേട്ടത് കൊണ്ടാണ് പറയുന്നത്. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ആ സഹോദരി വചനം കേട്ടിട്ട് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് ശക്തി, വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പ് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തരാം. ഈ സാക്ഷി ഞാൻ ആദ്യം കേൾപ്പിക്കാൻ അതുകൊണ്ടായിരുന്നു. ശക്തി, വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പ്. സഹോദരിക്ക് 4 വർഷമായിട്ട് ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഇതിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ ടെസ്റ്റിമണി കേട്ടോണ്ടിരിക്കുന്ന സമയത്ത്, ഈ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റെല്ല സഹോദരി വചനം അയച്ചിരിക്കുന്ന സൂം മീറ്റിംഗ് കൊണ്ട് കയറുക എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരി കയറി. അപ്പോൾ യേശുക്രിസ്തുവിൽ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. മെഡിക്കൽ സയൻസ് പ്രകാരം ഒന്നെങ്കിൽ അത് റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റു ക്യാൻസറോ മറ്റോ ഒക്കെയാണ് രോഗം അങ്ങ് പോയേക്കും. ഇത് രണ്ടല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ കേട്ടു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സർജറി ഒന്നും കൂടാതെ അത്ഭുതം നടക്കും. മുഴകൾ മാറും. നമ്മൾ പറയത്തില്ല, മുഴകൾ മാറും. ഈ സഹോദരി എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, കർത്താവായ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിച്ചു. ചോദ്യം, ഇത്രയും രോഗത്തിലും വേദനയിലിരിക്കുന്ന ആൾക്ക് യേശു ഈ മുഴ അപ്രതീക്ഷമാക്കി കാറ്റുമെന്ന് എവിടുന്ന് കിട്ടി വിശ്വാസം? വചനം കൊടുത്തു. 2, അത് പറയണമെങ്കിൽ ഒരു ധൈര്യം വേണ്ടേ? ചുമ്മാ ഇരിക്കുന്ന ഒരു മുഴ, ബ്രസ്റ്റിലിരിക്കുന്ന ഒരു മുഴ, വേദനയുള്ള മുഴ, വേദന അവിടെ ഉണ്ട് പറയുമ്പോൾ. വചനം കേൾക്കുമ്പോഴും വേദനയുണ്ട്, മുഴ അവിടെയുണ്ട്. ഇത്രയും തെളിവ് അവിടെ ഉള്ളപ്പം എവിടുന്ന് കിട്ടി? ഇത് മാറുമെന്നുള്ള ഉറപ്പ് വചനം കൊടുത്തു. അപ്പൊ നോക്കിയേ, പ്രതികൂലത്തിന്റെ അകത്ത് വചനം കൊടുത്ത വിശ്വാസം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ്, ഇത് രണ്ടും അകത്തോട്ട് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ സഹോദരി തന്നെ പറയാൻ തുടങ്ങി. അപ്പൊ തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് കുഴി കുത്തിയത്. അവർ കുഴി കുത്തിയല്ലോ. അപ്പൊ എവിടുന്ന് കിട്ടി ഇവർക്ക് കുഴി കുത്താനുള്ള ധൈര്യം? ദൈവത്തിന്റെ അരുളിപ്പാട് കേട്ടപ്പോൾ അവരുടെ അകത്ത് വിശ്വാസമുണ്ടായി. ആ സഹോദരി എന്ത് ചെയ്തു? പറയാൻ തുടങ്ങി. ഒരു ദിവസം ശ്രദ്ധിച്ചപ്പോഴേക്കും വേദന വരുന്നില്ല. വേദന അവിടെ ഇല്ല. ഇപ്പൊ നിങ്ങൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ, ആ വേദന അവിടെ ഇല്ല. അടുത്ത പറയുന്നു, പറഞ്ഞിട്ടാണ് ഞാൻ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രദർ പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, ഇങ്ങനെ യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ബ്രസ്റ്റിലെ തടിപ്പും വേദനയും മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേദന അവിടെ ഇല്ല.
ആ സഹോദരി ബ്രദർ പഠിപ്പിച്ചത് എന്ത് ചെയ്യാൻ തുടങ്ങി? എന്താ ബ്രദർ പഠിപ്പിച്ചത്? യേശുവെ രോഗം മാറണമേ, രോഗം മാറണമേ, രോഗം മാറണമേ എന്നല്ല, യേശുവിന്റെ അടിപ്പിടലുകളാൽ എൻ്റെ മുഴ മാറിയിരിക്കുന്നു, വേദന മാറിയിരിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇത് പറയുമ്പോഴും തടിപ്പും വേദനയും ഉണ്ടവിടെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു രോഗം അവിടെ ഇരിക്കുമ്പോ തന്നെ അത് മാറി എന്നതിന് നന്ദി പറയണമെങ്കിൽ അത് എവിടുന്ന് കിട്ടി ഈ വിശ്വാസം? ബ്രദർ പറഞ്ഞത് ശരി, ആയിക്കോട്ടെ. ബ്രദർ അല്ലല്ലോ ഇത് അനുഭവിക്കുന്നത്, സഹോദരിയല്ല അനുഭവിക്കുന്നത്. ശരീരത്തിൽ വേദനയും മുഴയിരിക്കുന്ന ആള് സ്വയമായിട്ട് അത് മാറിയതിന് നന്ദി എന്ന് പറയുന്ന ലെവലിലേക്ക് ചിന്തകളെയും മനസ്സിനെയും ആ ഉറപ്പിലേക്ക് കൊണ്ടുവരുന്നത് ആരാന്നറിയാവോ? കേട്ട വചനം. അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ വെറുതെ അല്ല കേട്ടോ. ഇനി നമുക്ക് ആ ബാക്കി സാക്ഷ്യത്തിന്റെ അകത്തുനിന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ഇരുന്നത്. അപ്പൊ അത് ക്ലിയർ ആകത്തോണ്ടാണ്. കേട്ടെ. അപ്പൊ ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ലംബം അവിടെ കാണാനില്ല ബ്രദറെ. ദൈവത്തിന് ആയിരം നന്ദി പറയുന്നു. പിന്നെ വചനം പറയാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ പഠിച്ചെടുത്തു സഹോദരി, പഠിപ്പിച്ച ആളവിടെ നിൽക്കട്ടെ, പഠിച്ചെടുത്തു. അപ്പൊ നിങ്ങൾ വെറുതെ വചനം കേട്ടിട്ട് ബ്രദറെ യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സഹോദരി പറഞ്ഞു കേട്ടെ, വേദന അവിടെ ഇരിക്കെ, രോഗം അവിടെ ഇരിക്കെ അവർ കുഴി കുത്തിയതുപോലെ, വെള്ളം വരുവെന്ന വിശ്വാസത്താൽ കുഴി കുത്തിയതുപോലെ കേൾക്കുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതു സമയത്തും ദൈവപ്രവൃത്തി നടക്കും. ചാർജായിട്ട് നിന്നോണം. തളർന്നു പോകുമ്പോൾ ബ്രദറെ ഞാൻ ഇനി പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നൊന്നുമില്ല, അതാണ് നിങ്ങളിൽ പിശാചിന്റെ തന്ത്രം. എന്നിട്ട് എവിടെ പോയിരിക്കും? സാത്താന്റെ കൂടെ പോയിരിക്കും. നിങ്ങൾ ചാടി ഇങ്ങോട്ട് വാ. ഏത് സമയത്തും പ്രവൃത്തി ഉണ്ടാവുന്നേ. വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ ആഴമായിട്ട് ഇനിയും കർത്താവ് നമുക്കതിൽ പഠിപ്പിച്ചാൽ കർത്താവ് വലിയ എൻ്റെ മനസ്സിൽ കുറേ ആശയങ്ങൾ കർത്താവ് തന്നു. അതൊക്കെയും കർത്താവ് ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ തന്നെ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വലിയ നന്മകളാൽ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ബലപ്പെടണം, ഒന്ന് ശക്തിപ്പെടണം. ഈ ദിവസങ്ങളിൽ തകർന്നു പോകല്. പ്രതിസന്ധി നിങ്ങളുടെ ഏറ്റവും വാതിക്കെ വന്ന് നിൽക്കുമായിരിക്കാം. കരയാനല്ല വേറൊരു വഴിയില്ലായിരിക്കാം, കരച്ചിലല്ലാതെ മറ്റൊന്നും വരുന്നില്ലായിരിക്കാം. പക്ഷെ ഒറ്റ കാര്യം ചെയ്യുക, വചനം കേട്ടേ രക്ഷപ്പെടും. ഇന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആ പശുവിന്റെ മേൽ പോലും എന്ത് ചെയ്തു? ആ സാഹചര്യത്തിന്റെ അകത്ത് എന്ത് ചെയ്തു? കൈവച്ചങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോട്ടെ, കൈവച്ച് പറഞ്ഞാൽ എങ്ങനെയാ പാല് വർദ്ധിക്കുന്നത്? ബൈബിൾ പറഞ്ഞു നിന്റെ കൃഷിഫലത്തെയും നിന്റെ ആടുമാടുകളെയും വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങൾ ബലപ്പെടുത്തി, ഏതാ നാടനാണെങ്കിലും ഏതുവാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ കൈവച്ചാൽ അവിടെ അത്ഭുതം ഉണ്ടാകും. ആമേൻ. ഈ ദിവസങ്ങളിൽ രോഗത്തിന്റെ അകത്തിരിക്കുന്നവര് വിളിച്ചു പറയണം, യേശു എന്റെ രോഗത്തെ മാറ്റണമെന്നല്ല, യേശു ക്രിസ്തു എന്റെ രോഗത്തെ മാറ്റിയിരിക്കുന്നു, എന്റെ കുടുംബത്തെ തൊട്ടിരിക്കുന്നു, എന്റെ തലമുറയെ തൊട്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് പറഞ്ഞ് ആ പറച്ചിൽ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? എൻ്റെ യേശു എൻ്റെ വിഷയങ്ങളൊന്ന് നേരെ ആക്കി തരണേന്നാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയം വർക്ക് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ തന്നതിനായി നന്ദി പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അങ്ങനെ വിശ്വസിക്കുന്ന റേഞ്ച് എൻ്റെ അകത്ത് വരണമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി. സാധ്യതകളുടെ വചനം. കുഴി കുത്തിയാൽ വെള്ളം വരുമെന്ന് പ്രവാചകന്റെ വായിന്ന് വന്ന വാക്കുകൾ കേൾക്കണം. അങ്ങനെയുള്ള വചനങ്ങളാണ് കേൾക്കേണ്ടത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ സുവിശേഷവും രാവിലെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധിക്കപ്പെടത്തേ ഉള്ളൂ. തെറ്റായ വ്യാഖ്യാനത്താൽ ബന്ധിക്കപ്പെടും. അത് ഞാൻ തുറന്നങ്ങ് പറയുക. തെറ്റായ വ്യാഖ്യാനം നിങ്ങളെ എന്ത് ചെയ്യും? അടിമയാക്കി വെക്കുമെങ്കിൽ യഥാർത്ഥ വചനം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. നന്ദി പിതാവേ. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി. എല്ലാവരും ഒന്ന് ചാടി എണീറ്റ്. എന്ന് കിടക്കുന്നവരൊക്കെ ഞാൻ വീണ്ടും പറയുകയാണെ, ഒന്ന് ചാർജ് ആയിക്ക്. ആ മുഖമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഒന്ന് റെഡി ആയിക്ക്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കകത്തോട്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഉള്ളം കത്തണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകും. ഇന്ന് വലിയ പ്രവൃത്തി ഉണ്ടാകും. അപ്പോസ്തലന്മാർ 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഭിക്ഷ യാചിച്ചിരുന്ന ഭിക്ഷക്കാരൻ ഓർത്തിൽ ഇന്ന് എൻ്റെ ചരിത്രം മാറുമെന്ന്. ജന്മനാ മുടന്തനായവൻ പൗലോസ്ലീഗ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, സൗഖ്യമാക്കുവാനുള്ള വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട്, അതിൻ്റെ അർത്ഥം രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം അവൻ ചിലപ്പോൾ ഭാരപ്പെട്ടായിരിക്കും വന്നത്. ജന്മനാ മുടന്തനെ 4 പേര് കൂടി പൊക്കിക്കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോഴേക്കും അവൻ അറിഞ്ഞ്
പറഞ്ഞില്ല. ഇന്നെന്റെ ചരിത്രം മാറാൻ വേണ്ടി പോവുകയാണ്. അന്ന് ഒരു വിധവയുടെ മകൻ അവൻ മരിച്ചു, ചെറുപ്പക്കാരൻ, അവന്റെ മഞ്ചലുമായിട്ട് കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരുന്ന അമ്മ ഓർത്തില്ല യേശു എനിക്കെതിരെ വരും, എന്റെ ചരിത്രം മാറുകയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് കൂട്ടായ്മ ആചരിക്കുമ്പോൾ 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ യേശുവുണ്ട്, കർത്താവിന്റെ ശക്തിയുണ്ട്. വചനം കേൾക്കുമ്പോൾ ജീവൻ വ്യാപരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ അകത്ത്. അതൊന്ന് കത്തട്ടെ. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ തകർന്നു പോകത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം കാണും. എന്നെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന, എന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്ന, എന്നെ നിന്ദിക്കാൻ നിൽക്കുന്ന സകല ഞെരുക്കങ്ങളെ ഞാൻ ആത്മാവിൽ വെട്ടിവിടുന്നു യേശുവിന്റെ നാമത്തിൽ. ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. കൂട്ടായ്മയിൽ കയറി വചനം കേട്ടാൽ മാത്രമേ ബഹുനിശ്ചയം ഉണ്ടാകത്തുള്ളൂ. ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ ബഹുനിശ്ചയം അകത്തോട്ട് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ വേണ്ടി പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. 1979 ജനിച്ച, ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ, ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടായിട്ട് എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുക. 7.5 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുടെ കുടുംബം വിട്ട് ഇപ്പോൾ അഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ കുടുംബത്തിന്റെ അകത്തുനിന്ന് വിട്ടുമാറട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ ചാടിപ്പിടിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെന്റെ കർത്താവിന്റെ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അതെ അതെ ബ്രദറെ, 1979 ഏപ്രിൽ മാസത്തിലാണ് എന്റെ മോള് ജനിച്ചത്, ഷൈബി. ഇന്ന് തൊടുവാ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ. 7.5 വക്കേട്ട് സിസ്റ്റർ, 7.5 വർഷമായിട്ടുണ്ടായിരുന്ന പ്രതികൂലം ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ. അത്ഭുതകരമായ വിടുതൽ എന്ന് സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ബി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേര് തുടങ്ങുന്ന ഒരു വ്യക്തിയെയും കൂടെ കർത്താവ് കുടുംബത്തിൽ തൊടാൻ വേണ്ടി പോവുക കേട്ടോ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ആ വ്യക്തിയുടെ മേലേക്കും കർത്താവ് ഞങ്ങളുടെ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ. കർത്താവിന്റെ അത്ഭുതം എന്നവിടെ തുറക്കുന്നല്ലപ്പ, അത്ഭുത സാക്ഷ്യം എന്നവിടെ തുറക്കുന്നല്ലപ്പ. ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ചാട്ടെ. ഈ എന്തോ ബിയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതെ അതെ, ബിയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക എന്ന് പറഞ്ഞത് പേരെന്നാ? എന്റെ മകൻ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ കടഭാരത്തിന്റെ വിഷയത്തോട് നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ, ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രതികൂലത്തിന്റെ അകത്ത് ഞാൻ വലിയ അത്ഭുതങ്ങളെ തുറക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവുക. ആ രോഗാവസ്ഥയിലിരിക്കുന്ന വ്യക്തിയോട് പറയാം, എൻ്റെ യേശു. ഇന്ന് ആ സഹോദരി പറഞ്ഞതുപോലെ 4 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബ്രസ്റ്റിലെ മുഴയും വേദനയും അപ്രതീക്ഷമായി പോയി. ഒരു സർജറിയും കൂടെ 4 വർഷമായിട്ട് മാറാത്തത് കർത്താവിന്റെ തിരുമുറിവിനാലുള്ള സൗഖ്യത്തെ ഏറ്റുപറഞ്ഞപ്പോൾ മാറണേ മാറണേ തരണേ പിടിക്കണമെന്നല്ല, യേശുവിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിന്റെ രോഗത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ അത്ഭുതം നടന്നെങ്കിൽ ഇത് പറയുവാനുള്ള ശക്തി നിങ്ങളുടെ കരത്തിലേക്ക്, ഉള്ളത്തിലേക്ക് തന്നൊരു ദൈവമുണ്ട്. നന്ദി പിതാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വത്താൽ ഇന്ന് നിറയ്ക്കുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ ഒരു കാഴ്ച കർത്താവിനെ കാണിക്കും. കുഞ്ഞ് ക്രിസ്റ്റൽ കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിസ്റ്റൽ കൊണ്ടുള്ള ഒരു ചെറിയ ഡോളെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ എന്താ പറയുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ക്രിസ്റ്റൽ കൊണ്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന. അതിൻ്റെ അകത്ത് ഈ നമ്മളെ പ്രത്യേകിച്ച് ഈ
ഒരു രണ്ട് പാവകൾ ആ ക്രിസ്റ്റലിന്റെ അകത്ത് വെച്ചിട്ടുള്ളത്. രണ്ട് പാവകൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രതിമ ആ ക്രിസ്റ്റലിന്റെ അകത്ത് ഒരു ബോൾ ടൈപ്പിൽ അതിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതന്നെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാദ്യം ലോഞ്ചിലിരുന്നാണ്, അതായത് ഷെൽഫിലിരുന്നാണ്. ഇപ്പോൾ അത് എടുത്തുകൊണ്ടത് ബെഡ്റൂമിൽ ഒരു മുറി കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബെഡ്റൂമിന്റെ അകത്ത് കൊണ്ടുവച്ച വ്യക്തി, അതിന് അടയാളം കർത്താവിനെ കാണിക്കുകയാണ്. ഇപ്പൊ ബെഡ്റൂമിന്റെ അകത്ത് ഇരിക്കുന്ന വ്യക്തി, അതായത് അതിന്റെ അകത്തുള്ള വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിക്കാൻ തുടങ്ങി. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ ക്രിസ്റ്റലിന്റെ ഉള്ള സാറിനെ ഇവിടുത്തെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചത്. അത് 2 ദിവസമേ ഉള്ളു വെച്ചിട്ട്. ഓ സ്വോത്രം. സിസ്റ്റർ ഈ കാര്യമല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, എനിക്ക് നമ്പർ പോലും അറിയത്തില്ല പാസ്റ്ററുടെ. ആമേൻ. ഇത് കർത്താവ് കണ്ടു കേട്ടോ. ഇതൊരു അടയാളമാണ് സിസ്റ്റർ. ക്രിസ്റ്റലിനകത്ത് പ്രത്യേകതയൊന്നുമില്ല സിസ്റ്റർ. ഈ 2 ദിവസം മുമ്പാണ് സിസ്റ്റർ ഇത് എടുത്തുകൊണ്ട് പോയി ബെഡ്റൂമിൽ കൊണ്ട് വെച്ചത്. കട്ടായി പോയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോഞ്ചിൽ നിന്ന് മാറ്റി ഞാനിത് വീട് ക്ലീൻ ആക്കിയപ്പോ ഞാനത് എടുത്ത് മാറ്റി വെച്ചത്. അത് ഓ സ്വോത്രം. കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു. ഇന്ന് ദൈവം തൊടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് സിസ്റ്റർ ഏറ്റെടുത്തു ഈ ആലോചന. കർത്താവ് ഇന്ന് അതിന് നിവർത്തി തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്തിന്റെ സാക്ഷ്യമായി ഇപ്പോൾ തന്നെ തീരട്ടെ. ഇപ്പോൾ ആ നിന്ദകൾ മാറ്റുക ദൈവം. നിന്ദകളെ ദൈവം എടുത്തു മാറ്റി, പരാജയങ്ങളെ ദൈവം എടുത്തു മാറ്റി അത്ഭുത സാക്ഷ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വയറിന്റെ ഇടതുവശത്തായിട്ട് പലപ്പോഴും ഈ വയറിന്റെ ഇടതുവശത്തും ബാക്കിൽ എളിയുടെ വശത്തുമായിട്ട് വല്ലാത്ത ചില വേദന വന്നിട്ട് ഇരുന്നു പോകുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. അങ്ങനെ ചില വ്യക്തികളെ കർത്താവ് തൊടുകയാണ്. ആ കൈയിൽ നിന്ന് എടുത്ത് വെച്ച് രോഗമുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, കൈ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ് എനിക്ക് രോഗമുണ്ട് ബ്രദറെ എന്ന് പറയുന്നതല്ല, ഞാൻ വീണ്ടും പറയുന്നു, കൈ എടുത്ത് വെച്ച് എന്നിട്ട് പറ, എൻ്റെ രോഗം യേശു അനുഭവിച്ചിരിക്കുന്നു, എൻ്റെ വേദനകളെ യേശു ചുമന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് ദിവ്യാരോഗ്യം സൗഖ്യവും വന്നിരിക്കുന്നു. ആ രോഗശക്തികളെ ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. രോഗാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു. അത്ഭുത സൗഖ്യത്തെ തുറക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി കൈയെടുത്ത് വെച്ച് അത്ഭുതകരമായ സൗഖ്യങ്ങളെ ഇപ്പൊ കർത്താവ് തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ മുന്തിരിക്കൊലകൾ ഇങ്ങനെ നിറഞ്ഞിരുന്നിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്തെ അതേ വാക്യം, മുന്തിരിക്കൊലകളുമായിട്ട് ബന്ധപ്പെട്ട യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ വാക്യമുണ്ട്. 14-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചിത്രം ഒരു ഭവനത്തിൽ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിനോട് പറയുന്നു, 2 വ്യക്തികളെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് ആ ഭവനത്തിന്റെ മേലൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ആ വചനപ്രകാരം തന്നെ ആ മുന്തിരി വള്ളി പോലെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യം ഇന്ന് ഇപ്പോൾ തന്നെ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നല്ലോ. അവരുടെ സകല പ്രതികൂലങ്ങളും ഇപ്പോൾ ആ വചനം പോലെ തന്നെ ഫലം കായ്ക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ? അതെ ബ്രദറെ, എന്റെ വീട്ടില് ഒരു കലണ്ടറിലുണ്ട് യോഹന്നാൻ 10:10. 10-14 വാക്യം സിസ്റ്ററെ ആ മുന്തിരിവള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ്. ആ വാക്യമുള്ള ഭവനമാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ ഒരു ഭവനത്തെ ഏത് വീട്ടിലെ ഏതാ സിസ്റ്റർ വാക്യം പറയാൻ പറ്റുമോ, അതോ നോക്കണം?
സാരമില്ല, ഈ പറഞ്ഞ സാക്ഷാൽ വാക്യം അവിടെ ഉണ്ടല്ലോ. അതെ, സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ ഉം. പിതാവ് തോട്ടക്കാരനുമാകുന്നു. ആ, ഉം, ഞാൻ നോക്കിയിട്ട് മതി അതാ മതി. അതാണ് ഇനി നോക്കിയിട്ട് നേരെ നോക്കിയിട്ട് ആ വചനം ഒന്ന് കൈ വെച്ചിട്ട് പറയണം, ഇതേപോലെ എന്റെ ഭവനം ഈ നിമിഷം മുതൽ ആകാൻ വേണ്ടി പോവാണ്. ഞാൻ ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ മതി. ആ വചനം പോലെ തന്നെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികൾ തുറന്നു വരാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ വചനം പറയുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു അടയാളം എന്ന പോലെ ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തോട്ട് കയറി വരും. പ്രത്യേകിച്ച് ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ആ വ്യക്തി മുഖാന്തരം ദൈവം ചില അത്ഭുതങ്ങൾ, അതിന് അടയാളം കാണിക്കുകയാണ്. ആ വ്യക്തി അന്നു മുതൽ ചില ദൈവപ്രവർത്തിയിലെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാനൊരു മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പൈസ കൊണ്ടുവന്ന് ഈ മണി ചെയിൻ അല്ല, അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു സുഹൃത്ത് മുഖാന്തിരം അതിൻ്റെ അകത്ത് ഇട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി നന്മകൾ നഷ്ടപ്പെട്ടു പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതിനിടയിൽ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരുമെന്നും അത് നിമിത്തമുണ്ടായ ഭാരങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമുണ്ടായ സകല പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നെന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. നഷ്ടങ്ങൾ ദൈവത്താൽ മടങ്ങി വരും. മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്. പക്ഷെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യം പറഞ്ഞു. അത് ഞാൻ ബ്രദറെ 10 ലക്ഷം രൂപ ഐറിസ് എന്ന് പറയുന്ന കമ്പനിയിൽ കിട്ടും. ഇപ്പൊ ആ കമ്പനി പോയി. ഈ പറയുന്ന വ്യക്തിയെ ഓർമ്മയുണ്ട്? അടയാളം ശ്രദ്ധിച്ചായിരുന്നോ? പ്രിൻസ് എന്ന് പറയുന്ന ആളെ അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രിൻസുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ആ വ്യക്തിയാണ്. എന്നാൽ ഇത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. നന്മ മടങ്ങി വരും. പ്രിൻസുമായിട്ട് ഇടപാട് വെച്ചിട്ടുള്ള ആരാണോ, ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എന്താണോ കണക്ഷൻ ഉള്ളത്, ഈ പ്രത്യേകിച്ച് ഈ സാമ്പത്തികം കൊണ്ട് ഇട്ടതിൻ്റെ അകത്തുള്ളത് ആരാണോ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ എടുത്തോണം. അത് മടങ്ങി വരാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അടയാളങ്ങളെല്ലാം ശ്രദ്ധിച്ചോണേ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ആലോചന വരുമ്പോൾ എങ്ങനെയും നമുക്ക് ഒപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങളെന്ന വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഒരു കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന ഒരു പേരമരം, പേരറിയാലോ, പേരയ്ക്ക കായ്ക്കുന്ന ഒരു പേരമരം, അത് വെട്ടി അതിന്റെ ചില ഭാഗങ്ങൾ നീക്കി, അത് മൊത്തമല്ല, അത് വെട്ടി ചിലതിങ്ങനെ നീക്കി മാറ്റി ഒരു വീടിന് ഒരു അടയാള വർത്താനം കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് വെട്ടി നീക്കിയത് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണ്. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയെ ഓർത്ത് വലിയൊരു ഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഭവനമാണ്. ഈ ദിവസങ്ങളിൽ സംഭവിച്ചൊരു അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു ദിവസവും ഞാൻ കാണുന്ന ഒരു കാഴ്ച, അന്ന് കിടക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു ആകുലതയ്ക്കകത്തായിരുന്നു കിടന്നുറങ്ങിയത്. ഇന്ന് ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇടപെടാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ആ ഭവനത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് അവർ ഭാരപ്പെട്ട വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി കർത്താവ് തുറക്കട്ടെ. പറയാനല്ലാത്തവരൊന്നും മ്യൂട്ട് മാറ്റല്ലേ. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. ഞാനാണ്. സിസ്റ്ററുടെ വീടാണോ അത്? ഒരു മിനിറ്റ് പറഞ്ഞു. ആ പറയുന്ന ആളൊഴികെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. പറയാൻ വന്ന ആളെന്തി? ഈ പറയാൻ വന്ന ആള് മാത്രം മ്യൂട്ട് മാറ്റിക്ക്. മ്യൂട്ട് സംസാരിച്ചൊന്ന്. ബ്രദറെ, അതിന്റെ മകനാണ്. അവര് ഭാര്യയും മക്കളും ഇരിക്കുമായിരുന്നു.
അവര് എല്ലാം വൃത്തിയാക്കി പേരയും അവിടെ ഉണ്ട്. ആ. വല്ലാതെ ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഈ സംഭവം നടന്ന എന്നാ ആന്റി ഇത് നടന്നത്? കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച. ഇത് വല്ലതും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ എന്തിനാ എടുത്തു വയ്ക്കുന്ന അറിയാവോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ദൈവം കാണുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ഭാരങ്ങളെ തൊടാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളുടെ വിഷയത്തെ തൊടാൻ വേണ്ടി പോകുന്നു. കർത്താവ് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ ദൈവം ഇടപെടുന്നുവെങ്കിൽ അതിൻ്റെ അകത്ത് ഓർത്തോണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ തുറന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഞാൻ മറ്റൊരു കർത്താവ് എന്നെ കാണിക്കുന്നു. ചിത്ര എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഈ ചിത്ര എന്ന് പേരുള്ളത് ഒരു കസിൻ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ ഒരു കസിൻ സിസ്റ്ററാണ് ചിത്ര. ആ ചിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ചിത്രയോട് കർത്താവ് ഇങ്ങനെ പറയുവാൻ വേണ്ടി പറയുന്നു, നാളിതുവരെ ഈ കുടുംബത്തിന്റെ അകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുവാണല്ലോ, വല്ലാത്തൊരു മാനസികമായ തകർച്ചയിലൂടെ കടന്നു പോവുകയെന്നുള്ള ചിന്തിച്ച് ഭാരപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകുന്നൊരു മകളാണ്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ചിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചിത്രയ്ക്ക് ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തിയെ യേശുവിന്റെ നാമത്തിൽ രക്ഷയുടെ സന്തോഷത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അതെ ബ്രദർ, എന്റെ കസിൻ ചിത്രയാണ് പേര്. അതിനൊരു ആൺകുട്ടിയുണ്ട്. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കഴിയുമെങ്കിൽ അവിടെ പറയണം, ഞാൻ കൂടുന്ന ഒരു പ്രാർത്ഥനയിൽ കേട്ടതാണ്. യേശുവിന്റെ നാമത്തിലൂടെ പറയണം, ദൈവം നിന്റെ ഭാരത്തെ മാറ്റാൻ വേണ്ടി പോവാണ്. നിന്റെ ആകുലതകളെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ദൈവം ഇന്നിടെ പറഞ്ഞ ആ കുടുംബത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്, പക്ഷേ ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇന്ന് തന്നെ അവരോട് പറയണം, ഇന്ന് തന്നെ ഇത് അയച്ചു കൊടുക്കണം. എന്റെ ഡ്യൂട്ടി ഇത് പറയുക എന്നുള്ളതാണ്. ദൈവം നിന്നെ അത് സാക്ഷിയാക്കുമെന്ന് പറയണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, ആരാധന യേശുവേ, നന്ദി പിതാവേ. ഞാൻ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കൊല്ലത്തിൽ ഈ ഒരു റബ്ബർ തോട്ടം കയറ്റം കയറി വരുമ്പോൾ റബ്ബർ തോട്ടം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ഇടതുവശത്തോട്ട് ആ കയറ്റം കയറി വന്നിട്ട് വലതുവശത്ത് റബ്ബർ തോട്ടം, അതായത് കയറി വരുമ്പോൾ വലതുവശത്ത് റബ്ബർ തോട്ടവും കയറി വന്നിട്ട് ഇടത്തോട്ട് ഒരു വഴിയാണ്. ആ വഴി കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇടതുവശം കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്താണ് ഈ വ്യക്തിയുടെ ഒരു ഭവനം ഇരിക്കുന്നത്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് ആ വചനത്തിന്റെ നിവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാണോ ഈ അടയാളം ഈ കേട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളുടെ വിഷയത്തെ സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് ഇടപെടാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് ഇന്ന് ആ വചനം എടുത്തോണം. അടയാളം ശ്രദ്ധിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവം ആ വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. നന്ദി കർത്താവേ, നന്ദി പിതാവേ, അങ്ങയുടെ തിരുകൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി പറഞ്ഞു പറഞ്ഞു ബ്രദറെ, എന്റെ വീട് ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്റർ? വീടിന്റെ നേരെ ഫ്രണ്ടില് ഒരു റബ്ബർ തോട്ടം, അത് ലെഫ്റ്റ് സൈഡിൽ വരും. വീട് വലതുവശത്താണ്. സ്ഥലം എവിടെയാ സിസ്റ്ററെ? സ്ഥലം കൊട്ടാരക്കര. കൊല്ലമാണോ? കൊല്ലമാണ്. കൊല്ലത്താണ് ഇപ്പൊ പറഞ്ഞ അടയാളം മുഴുവൻ കേട്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. നിങ്ങളെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും എന്ന വചനത്തിന്റെ ശക്തി അവിടെ കാണാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തു. അത്ഭുത സാക്ഷ്യമായി
കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോകും. നന്ദി യേശുവേ, നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വാക്ക്, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സ്വർണം പണയം വെച്ച് 34,000 എന്നുള്ളൊരു തുക, ഒരു സ്വർണം പണയം വെച്ച് മറ്റൊരു വ്യക്തിക്ക് ഏൽപ്പിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 തവണയായിട്ടാണ് അത് കാണിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നു, അത് നിമിത്തം ഒത്തിരി നിന്ദയും പഴിയും ഒക്കെ കേട്ട് ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഭാരപ്പെട്ടു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ക്ലേശത്തിന്റെ അകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വലിയ തകർച്ചയിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്താലുള്ളൊരു നന്മ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. വായ്പ മേടിക്കത്തില്ല, ദൈവം സാക്ഷിയാക്കി മാറ്റുമെന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. കർത്താവ് നിങ്ങളെ തുറക്കാൻ വേണ്ടി പോകുന്നു, സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള വേണ്ടിയാണ് പറയാൻ വേണ്ടി മ്യൂട്ടി മാറ്റിയവരാണത്. ബ്രദർ പറഞ്ഞ ദൈവാലോചന ഞാൻ കേട്ടോ? ബ്രദർ പറഞ്ഞ ദൈവാലോചന ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദർ. ആമേൻ. കർത്താവ് അതിന്റെ മേൽ സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി പിതാവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേര്, 2 ചേച്ചിമാരുണ്ട്. ഒന്ന് ഒരാളുടെ പേര് ഷൈനി എന്നും മറ്റൊരാളുടെ പേര് ഷീബയെന്നുമാണ്. ഷൈനി എന്നും ഷീബയെന്നുമുള്ള 2 ചേച്ചിമാരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ 2 സഹോദരിമാരുടെ നടുവിൽ നിങ്ങളെ ദൈവം ഒരു വിളക്കാക്കി നിർത്താൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവത്താലുള്ളൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് ബൈബിളിലൊരു വാക്യമുണ്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇന്ന് ദൈവം അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കും. ഇങ്ങനൊരു വാക്കിന് കർത്താനുള്ളത് പറയാണ്, അഭിഷേക തൈലത്താൽ ദൈവം നിറയ്ക്കും. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിമാർക്ക് ഒരു അനുഗ്രഹമായി ദൈവം നിങ്ങളെ മാറ്റാൻ വേണ്ടി പോവാണ്. ആ സഹോദരങ്ങൾക്ക് ദൈവം നിങ്ങളൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ വെളിപ്പെടട്ടെ. സൂമിലോ ലൈവിലോ ഇന്ന് ഏതിലാണോ കാണുന്നത്, യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് പിടിച്ചോണം, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് എന്ന വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ദൈവത്തിന്റെ കൃപയാൽ അത് തുറക്കട്ടെ. ദൈവത്തിന്റെ സാക്ഷ്യമായി പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റി സിസ്റ്ററെ. അല്ല, ഈ അല്ലാത്തവരെല്ലാം മയക്കി മ്യൂട്ട് ചെയ്തോണേ, ശ്രദ്ധിച്ചിരുന്നോണേ. പറയാനുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ജസ്റ്റ് കൈ അവിടെ ഇങ്ങനെ നമ്മുടെ റൈസ് ഹാൻഡ് എന്നുള്ളതിന്റെ ആ ഒരു സിമ്പൽ ഞങ്ങൾ പ്രസ് ചെയ്താൽ ഞങ്ങളുള്ളവർ മാത്രമേ അൺമ്യൂട്ട് ചെയ്യുന്നുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, ഞങ്ങളുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പ. കർത്താവിന്റെ ഉള്ളത്തിൽ കിഴക്കേതിൽ എന്ന് പറഞ്ഞൊരു ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. കിഴക്കേതിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഞാനൊരു കാണുന്നത് 7ാം ചരമവാർഷികം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ആ കുടുംബത്തിന്റെ അകത്ത്, ആ കുടുംബക്കാരുടെ ഇടയിൽ ഒരു വ്യക്തിയാണ്. അതിന്റെ 7ാം ചരമവാർഷികമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അങ്ങനെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഇതാ ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ആ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അത്ഭുതകരം ഇന്ന് അവിടെ കുടുംബത്തിൽ തൊടുന്നല്ലോ. എന്നോട് കർത്താവ് കാണിക്കുന്ന പെട്ടെന്നുള്ള ചില മരണങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങൾ വിട്ടുമാറുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞിട്ടെടുത്തോണം. അനർത്ഥങ്ങൾ വിട്ടുപോകുന്നു. ദൈവപ്രവൃത്തികൾ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. മരണം നീങ്ങി ജീവൻ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് സാക്ഷ്യമാക്കുന്നല്ലോ, അങ്ങ് അത്ഭുതമാക്കുന്നല്ലോ. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ, അനുഗ്രഹിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. സമയം ഒത്തിരി മുന്നോട്ട് പോയി. രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, എൻ്റെ യേശു എൻ്റെ സകല രോഗത്തെ മാറ്റിയിരിക്കുന്നു. കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവർ വിളിച്ചു പറ, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ വേണ്ടി പോയി എനിക്ക് വേണ്ടി. പുതു വഴികളെ ദൈവം തുറക്കാൻ വേണ്ടി പോവുക. 12 വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞു പൂട്ടിപ്പോയ ഒരു ബിസിനസ് 12 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷെ അത് പൂട്ടേണ്ടി വന്നു, അത് മുഴുവൻ ക്ലോസ് ചെയ്തു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും കുടുംബത്തിന്റെ ഒരു മൂലയിൽ ഇരിപ്പുണ്ട്. ആ കർത്താവിനോട് പറയുന്നു, വീണ്ടും 12 വർഷത്തിന് ശേഷം അതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വീണ്ടും ഒരു റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്, വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഒരു ഭാര്യയും ഭർത്താവിനും കാണിക്കും. 1969 ജനിച്ച 1969 ജനിച്ച ഭാര്യയും 1964 ജനിച്ച ഭർത്താവിനെയും കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. ഈ 2 വ്യക്തികളെയും ആ കുടുംബത്തിൽ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്ന 2 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭവനത്തിന്റെ മേലുള്ള സകല പ്രതികൂലങ്ങളെയും ദൈവം നിങ്ങളെ തൊട്ട് ആ കുടുംബത്തിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. കുടുംബക്കാരുടെ ഇടയിൽ തന്നെ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ 2 എന്നെ കേൾക്കുന്ന വ്യക്തി ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. ദൈവം നിങ്ങളുടെ നിന്ദകളെ മാറ്റാൻ വേണ്ടി പോകുന്നു. കൂട്ടുകാരിൽ പരമായി ദൈവം നിങ്ങളെ ആനന്ദ തൈലത്താൽ നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്നും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നിങ്ങൾ ബലപ്പെട്ട് കേൾക്കുക. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്നത് വചനം പറഞ്ഞ് നിങ്ങളതിനെ തുറക്കുക. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുവാനും ഇടയായി തീരും. ഒരുമിച്ച് നമുക്ക് സാക്ഷ്യമുണ്ടെങ്കിൽ സാക്ഷ്യം കേൾക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിതയ്ക്കുന്നവൻ കൊയ്യും. 2025 ലോകം മുഴുവൻ പോയി ഞാൻ യേശുവിന്റെ സാക്ഷിയാകും. അനേകർ സുവിശേഷം കേൾക്കും, അനേകർ സുവിശേഷത്തിൽ വിടുവിക്കപ്പെടും. എൻ്റെ വിധ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ബ്രദറിന് കൊടുക്കുമല്ല, സഭയ്ക്ക് കൊടുക്കുമല്ല, ഞാൻ കർത്താവ് പറഞ്ഞ് പഠിക്കണം. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കാണ് വിതയ്ക്കുന്നത്, ദൈവത്തിൻ്റെ വയലിലാണ് വിതയ്ക്കുന്നത്. ഞാൻ നന്മ കൊയ്യും. ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് വിതയ്ക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. അനുഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് പിന്നെയും ഞാൻ കൊയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജോലിയിലെ ബിസിനസ്സിനെ എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വർധനവുണ്ടാകട്ടെ. ആ ജോലിക്കിടയ്ക്കിൽ അവരെ നശിപ്പിക്കാൻ നോക്കുന്ന സകലതും ചേതരട്ടെ. അവിടെ വർദ്ധിക്കട്ടെ, പ്രമോഷൻ ഉണ്ടാകട്ടെ, വർധനവുണ്ടാകട്ടെ. അനുഗ്രഹിച്ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഇന്ന് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ദൈവം അത്ഭുതത്തിന്റെ സാക്ഷ്യമാക്കുന്നല്ലോ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഒരേ സാക്ഷ്യം, ഒരേ ആലോചന, ഒരേപോലുള്ളവർ നിങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട. ഒരാൾ പറയുമ്പോൾ ആമേൻ പറഞ്ഞിട്ടെടുത്താൽ മതി. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യങ്ങളുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ, ഒരു മിനിറ്റ്. ആഗസ്റ്റ് മാസത്തില് ബ്രദറ് തൃശ്ശൂർ വന്നപ്പോ പറഞ്ഞ ഒരു ദൈവത്തിന്റെ വാഗ്ദത്താണ്. എന്റെ മകള് തീരെ ഒന്നിനും കഴിവില്ലാത്തതെന്ന് വെച്ചാല് മറ്റുള്ളവരെയൊക്കെ എന്താ പറയാ, അവൾ ഒരുപാട് പഴി നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് പാസ്റ്റർ അവളെ തലയിൽ വെച്ച് കൈവച്ച് പറഞ്ഞു, ഇവളെ ഞാൻ ആള് മാറിയവളെ പോലെ ആക്കും ദൈവം, ഇവളുടെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ അന്ന് ആ വാഗ്ദത്തം ഞാൻ കേട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു എൻഗേജ്മെന്റിന് പോയപ്പോ എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനിടയായി, ഈ മകള് ആകെ മാറിപ്പോയല്ലോ, ഇവള് ആള് മാറിയവളെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറിയതിനായി ഞാൻ നന്ദി പറയുന്നു ബ്രദറെ. തന്നെ അന്ന് തൃശ്ശൂർ പ്രാർത്ഥന വെച്ച് മോക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ ഒരു പ്രവചനം അവൾക്ക് വേണ്ടി പറയുവാനും ഇടയായി തീർന്നു. അവൾ ആള് മാറിയവളെ പോലെ ആകുന്നു, അവളുടെ വസ്ത്രധാരണയ്ക്ക് പോലും വ്യത്യാസം വരുമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് സ്വന്തം കുടുംബമല്ല പറഞ്ഞു, മറ്റുള്ളവരെ മോളെ പറ്റി പറഞ്ഞു അവൾ ആള് മാറിയവളായി തീർന്നല്ലോ എന്ന് പറയാൻ തക്ക ഇടയായി തീർന്നു. സിസ്റ്റർ, ഇത് കേട്ടത് ചെറുതാണ്. ഇതിനെയും വരാൻ വേണ്ടി പോകുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ഇനിയും അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം, ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞാട്ടെ.
ബ്രദറെ, ഹലോ, പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ആ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളെ വീട്ടിലൊരു ഇതുണ്ടായേ. പെട്ടെന്ന് അനിയന് ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് കയറാനിരിക്കുന്ന സമയത്ത് അനിയന് പെട്ടെന്ന് ഒരു വയറുവേദനയും ഛർദിയും പോലെ അവനെ ഉണ്ടായിട്ട് വേഗം ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞ് കിഡ്നി സ്റ്റോൺ ആയിട്ട് കൂടുതലാണ്, പിന്നെ ക്രിയാറ്റിന്റെ അളവും കൂടുതലാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അവനൊരു, ഞാൻ പ്രാർത്ഥന വിഷയമായിട്ട് പറയില്ല, ഇതൊരു സാക്ഷ്യമായിട്ട് പറയുന്നത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് അവനെ ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടർ പരിശോധന കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് തിങ്കളാഴ്ച ഡോക്ടർ രാത്രി 2 മണിയായപ്പോ വിട്ടു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങളിത് കൊണ്ടുപോയി വീണ്ടും ഇവനെ ഇതുകൊണ്ട് കാണിച്ചു. അപ്പൊ ഞങ്ങൾ ആ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവന് വേണ്ടി. അത് കഴിഞ്ഞ് ഇത് കാണിച്ച് എക്സ്റേ ഒക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോക്കിയപ്പം അങ്ങനെ ഒരു സംഭവമേ അവനില്ല. ആ കിഡ്നിയിൽ അങ്ങനെ ഒരു സ്റ്റോണും ഒന്നുമില്ല. ക്രിയാറ്റിന്റെ അളവൊക്കെ നോർമലായി, ഒരു വിഷയമില്ല. ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ച് മാറാന്നുള്ളൊരു വിഷയമുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്ന്, ഒരു ആമേൻ. ദൈവപ്രവൃത്തി. കർത്താവ് ഞങ്ങളുടെ വലിയ സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. ഇപ്പൊ കേട്ടതുപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിരുന്നു, കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു, സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ അവർ വിശ്വസിച്ചത് പ്രാർത്ഥന വിഷയമായിട്ട് ഞാൻ പറയത്തില്ല, പകരം ഇത് സാക്ഷ്യമായിട്ട് പറയുന്നത് തീരുമാനമെടുത്ത് ഞാനതാ പറഞ്ഞു, നിങ്ങൾ കേട്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നത് അപ്പോൾ മുതൽ ആ ശക്തി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സർജറി ഒന്നും വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തൊട്ട് അത്ഭുതത്തിന് നന്ദി, പ്രവർത്തിച്ച സാക്ഷ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ഹലോ ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കൊല്ലത്തുനിന്ന ജയ. ആ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു എനിക്ക് സിസ്റ്ററെ. ഒരാഴ്ചയായിട്ട് കാലിന് വലിയ വേദനയായിരുന്നു, പാദം താഴോട്ട് ഉറപ്പിക്കാനേ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ബ്രദറിന്റെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കാലെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ കർത്താവിന്റെ തിരു രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ 1-2 ദിവസത്തേക്ക് കാലിൽ ഉറപ്പിക്കാനേ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒരു 2 ദിവസത്തിന് മുന്നേ എന്റെ കാല് പെട്ടെന്ന് സൗഖ്യമായി. പിന്നെ ഇതുവരെ ആ വേദന വന്നില്ല. ഞാനിങ്ങനെ 2 കിലോമീറ്റർ, എനിക്ക് ജോലിയുണ്ട് അംഗനവാടി, ഇപ്പം ബസ്സില്ലാത്തൊരു സ്ഥലത്തോട്ട് നടന്നു പോകണമായിരുന്നു. ഇപ്പൊ അന്ന് എനിക്ക് ഒരു ദിവസം നടക്കാനേ പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പം നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രദർ ഏപ്രിൽ 30-ാം തീയതി ഒരു ആലോചന പറഞ്ഞിരുന്നു, ഒരു ഗൗരി എന്ന മാതാവിന്റെ മകളുടെ കാര്യം. എന്റെ അമ്മയാണത്. അമ്മയുടെ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞു, അത് കേസ് കിടക്കുന്ന വസ്തു. ഞങ്ങളിപ്പോ 23 വർഷമായിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പൊ 23-ാം തീയതി അതിന്റെ ലാസ്റ്റ് തീർപ്പെന്നാ പറയുന്നത്. അതിന് അന്നൊരു അത്ഭുതം നടക്കണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. കുറെ വിഷയങ്ങളുണ്ട്. അന്നൊരു അത്ഭുതമാക്കി തന്നെ കർത്താവ് അത് മാറ്റും. പ്രേസ് പറഞ്ഞു, അത് തന്നെ കാലിന് ബുദ്ധിമുട്ടായിരുന്നു. ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്തോടെ കൈവച്ച് അതിനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഇത് മാത്രമല്ല, ദൈവാത്മാവിന്ന് ഇടപെട്ടതുപോലെ തന്നെ ആ പേര് വെളിപ്പെടുത്തിയ പ്രിയ മാതാവിന്റെ ഭവനമാണ്. 23 വർഷമായിട്ടുള്ള കേസ് അയച്ചത് കർത്താവ് ഇടപെട്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായത് തീർക്കുന്നത് ലോകമല്ല, ദൈവമാണ് തീർക്കൽപ്പിക്കുന്നത്. നമുക്ക് അനുകൂലം പറയണം, ദൈവം എനിക്ക് അനുകൂലമായത്, എനിക്ക് അനുകൂലമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ 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 കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാനൊരു പ്രാർത്ഥന. ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ഹലോ, ഇന്നലെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഇന്നലെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ, ഒരു പരിപാടി. അപ്പൊ അതില് അവര് മൊബൈല് ഒരു പുത്രന്റെ അടുത്ത് കൊടുത്തു പറഞ്ഞു. പക്ഷെ ആ പയ്യൻ പറഞ്ഞു എന്റെ അടുത്ത് തന്നിട്ടില്ലാന്ന്. പിന്നെ അവിടെ ആകെ ഒരേ ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, ലഭിച്ചു എന്ന് വിശ്വസിക്കുക, ഈ നിമിഷം തന്നെ ദൈവം പ്രവർത്തിക്കും പറഞ്ഞു. ആ പറഞ്ഞ് തീരുമ്പോഴേക്കും ഒരു മൊബൈൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു കേട്ടു ബ്രദർ. ദൈവം വലിയൊരു അനുഗ്രഹം അവിടെ തന്നെ. ഒരുപാട് നന്ദി പറഞ്ഞു. ഈ വചനം പറഞ്ഞ ആ നിമിഷം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ അവിടെ ആ മൊബൈൽ അവിടെ കൈവശത്തുകൊണ്ട് ഇന്ന കളറാണ്, ഗ്രീൻ കളറാണെന്നും പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷം. അല്ലെങ്കിൽ 10,000-ന് മേലെ ആ മൊബൈൽ ഇപ്പൊ നഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു, ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന വചനത്താൽ കർത്താവ് ഒരു തുറന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇനിയും ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത്
ആ ഉറപ്പ് ദൈവം തരുന്നതാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പറഞ്ഞോ. ഇപ്പൊ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, രണ്ട് സഹോദരിമാരുടെ പേര്. ആ രണ്ട് സഹോദരിമാരുടെ പേര് അതെന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റേഴ്സ് ആണ് രണ്ടുപേര്. ഫ്രണ്ടിന് മ്യൂട്ടിൽ മാറ്റി പറയാൻ പറ്റില്ല. അപ്പൊ എന്നെ വിളിച്ചിപ്പോ പറഞ്ഞു ബ്രദറിനോട് അത് ഏറ്റെടുത്തെന്ന് പറയാൻ പറഞ്ഞു. ചൈനീസും പറഞ്ഞ രണ്ടുപേരല്ലേ? അതെ അതെ. അത് കേൾക്കുന്ന അതിന്റെ അഞ്ചിറ്റിയാണ് സൂം മീറ്റിംഗ് കയറുന്നത്. അത് സോറി അവരെ കർത്താവത്തോടെ പോവാന്നാ പറഞ്ഞത്. ആ സഹോദരിക്ക് മുന്നോട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഈശ്വരൻ തോണം ആ പ്രവചന ആലോചന ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദർ എന്റെ മകളുടെ മകൾ ചെക്കപ്പിന് പോയായിരുന്നു ഈ മാസം 17-ാം തീയതി. അപ്പൊ ഡോക്ടർ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ മരുന്നിന്റെ ഡോസ് ഒക്കെ കുറച്ച് കൊടുത്തു. പിന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായത് കൊണ്ടാണ് പിന്നെ സ്ഥിരം ഡെലിവറി വരെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇഞ്ചക്ഷന്റെ ഡോസ് കുറച്ച് കൊടുത്തു. ഇപ്പൊ അവൾക്ക് നല്ല ആരോഗ്യവതിയാണ്. പിന്നെ ആദ്യം നല്ല ക്ഷീണവും ഭയങ്കര ഒരു ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. ഇപ്പൊ നല്ല ഉന്മേഷമുണ്ട്. 2-3 ദിവസം ഛർദി ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. കർത്താവ് അവളെ ഒരുപാട് സഹായിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് വിളിച്ചു പറഞ്ഞ രോഗാവസ്ഥയിലായിരുന്നു. ദൈവം കൊടുത്ത വലിയ വ്യത്യാസത്തിന് നന്ദി, സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. പാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ നടുവിനും വയറ്റിന്റെ ഭാഗത്തായിട്ട് വേദനയായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഞാനായിരുന്നു. ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു. എൻ്റെ അനിയത്തിയുടെ മോക്ക് നെഞ്ചിനകത്ത് കുഞ്ഞിലെ ഓപ്പറേഷൻ ചെയ്ത് വാൽവ് ഹോള് അടച്ചതാ. ആ കൊച്ചിന് കല്യാണം പറഞ്ഞ ആ കൊച്ച് പിന്നെ എൻ്റെ ഇത് അവസ്ഥ പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടമുള്ള ചെറുക്കൻ എന്നെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച അവൾക്ക് കല്യാണം ഉറച്ചു. ഞാൻ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരുന്നു. നന്ദി കർത്താവ്. പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. നിങ്ങൾ കേട്ടതുപോലെ തന്നെ വലിയ ഭാരമായൊരു വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കൂട്ടുദാസന് ദൈവം കൊടുത്തല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും, അവർക്ക് മാത്രമല്ല എല്ലാവരെയും പ്രാർത്ഥിക്കുക. വലിയ സാക്ഷിയായിട്ട് കർത്താവ് നടത്തും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ പനിയായിരുന്നു. ഭയങ്കര പനിയെന്ന് പറഞ്ഞാൽ മോൾ 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ അവളെ പരിചരിച്ചു. പിന്നെ വീട്ടിൽ വന്ന അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, മോളുണ്ട്, കുഞ്ഞുണ്ട്. ഇവർക്കെല്ലാം ഫുഡ് വെക്കും. ആ പനി എനിക്കും കയറി പിടിച്ചു. അപ്പൊ ഞാൻ എന്നും 9 മണി കഴിയുമ്പോൾ നമ്മുടെ അപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും പറയാനില്ല. അത് ഞാൻ നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ പനിയുടെ സമയത്ത് ചുമച്ചുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മ്യൂട്ടല്ലാത്തതുകൊണ്ട് ഇത് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കർത്താവിന്റെ അടുപ്പിടാൻ എനിക്ക് സൗഖ്യം തന്നെ പറ്റി. ഇവിടെ ഞാൻ ആരോട് പണിക്ക് വിളിക്കാൻ ചെയ്യും. അതുപോലെ ഇവരെല്ലാം റെസ്റ്റ് എടുക്കുക, എനിക്കൊരു റെസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ വേറെ ആരോടും പാടില്ല. വീട്ടിലെ പണി ഒരു 3 മണിയാകും ഞാൻ ഫ്രീ ആകുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല നിങ്ങളോട് ആരോടും. അതുപോലെ 2 ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് പനി വന്ന വ്യക്തിയാണ് പറയത്തില്ല പാസ്റ്റർ. അതുപോലെ ചുമ എങ്ങനെ പോയി. ഞാനൊരു ആന്റിബയോട്ടിക് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. ചൂടുവെള്ളം ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു ഈ വീട്ടിലെ പണി വഴി. ഇപ്പോഴും അവരാരും ശരിക്കും സൗഖ്യപ്പെട്ടില്ല. എന്റെ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഭയങ്കര ഒരു വിടുതൽ സൗഖ്യമാണ് കിട്ടി. എനിക്ക് ഇവിടെ നടക്കാൻ ഒന്നിനും ഒരു കുഴപ്പമില്ല. ബാക്കി എല്ലാവർക്കും പനിയാണ്, അവരെല്ലാം മരുന്നും കഴിച്ചു.
പക്ഷെ ഞാൻ തോന്നുമ്പോഴെപ്പോഴും ഒരു ഡോളോയുടെ ഗുളിക തിന്നുമെന്നുള്ളത് അല്ലാതെ യാതൊരു ഇതും ഇല്ലായിരുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം കിട്ടണം, സൗഖ്യം കിട്ടണം. കിട്ടി. പിന്നെ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെ ഓരോ പാട്ട്, യേശുവിന്റെ ഓരോ പാട്ടും പാടി. ഞങ്ങൾ ഹൈന്ദവ ഫാമിലിയാണ്. പാടി നടന്നേ ഉള്ളൂ. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് പനി വന്ന വ്യക്തിയാന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം എനിക്ക് ആരോഗ്യം, ബലം, താവിന്റെ ബലം എനിക്ക് തന്നു. അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ദൈവത്തിന് കൊടാനുകൂടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ. നന്ദി കർത്താവെ. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൽ എല്ലാവരും അസ്വസ്ഥതയിൽ ഭാരപ്പെട്ടെന്നാണ് സഹോദരി എന്ത് ചെയ്തു? കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത് പറഞ്ഞ തന്നെ പനി വന്ന വ്യക്തിയുടെ നേരത്തിൽ ഒരു മരുന്നും കഴിക്കാതെ തന്നെ പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തത് അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇനി ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്ന് ഈ ടെസ്റ്റിമണികൾ കേൾക്കുന്നവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. കർത്താവ് നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റും. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസം